ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ നമ്മൾ പൊതുവിൽ കിട്ടുന്നു എന്ന് പറഞ്ഞ പുസ്തകങ്ങൾ, അവയെപ്പറ്റിയുള്ള ധാരാളം ക്ലാസ്സുകൾ, വീഡിയോ, ഓഡിയോ, മറ്റ് ലെക്ചറുകൾ ഒക്കെ തുടർച്ചയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് കാരണം അവയൊക്കെ നമ്മൾ ലൗകികമെന്ന് പറയുന്ന, ഇന്ന് പോപ്പുലർ അല്ലെങ്കിൽ ഫോക്ക് എന്ന് പറയുന്നു. ഫോക്കും ലോകവും ഒന്നാണ്. ഫോക്കെന്ന് പറയുന്നത് നമ്മളുടെ ലോകം എന്ന ശബ്ദം ലാറ്റിനിലേക്ക് വന്നിട്ടാണ് ഫോക്ക് എന്നർത്ഥം വരുന്നത്. അപ്പോൾ ഫോക്ക് ലോർ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമ്മളുടെ വാങ്മയം, പരമ്പര, നേരത്തെ പറഞ്ഞല്ലോ പരമ്പര പ്രമാണമാണ് എന്ന് പറയുമ്പോൾ പരമ്പര രണ്ടായിട്ട് മാറിയിരിക്കുന്നു. മാറേണ്ടതില്ലായിരുന്നു, പക്ഷെ നമ്മുടെയൊക്കെ എന്താ പറയുന്നത്, കലികാല വിശേഷം എന്ന് പറയത്തില്ലേ, അത് രണ്ടായിപ്പോയി. അതിൽ വേദിക് ലോർ വേറെ, ഫോക്ക് ലോർ വേറെ. ഫോക്ക് ലോറിൽ വരുന്ന അംശങ്ങൾ മാത്രമേ നമുക്കിന്ന് വേദിക്കോ എന്തായാലും കിട്ടുകയുള്ളൂ. കാരണം വേദവും ലോകവും ഭിന്നമായിരിക്കാൻ വഴിയില്ലല്ലോ. ലോകത്തിലാണ് വേദമുള്ളത്. വേദത്തിന്റെ പ്രവർത്തനവും ലോകത്തിൽ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വേദമെന്ന് എന്തിനെ അറിയുന്നു, അത് ലോകത്തിന്റെ ഭാഗമായിട്ട് മാറിയ ഒരംശമാണ്. എന്ന് വെച്ചാൽ ലോകായതികം എന്ന് പറയും, ലോകത്തിലായതമായത്. ഇന്നത്തെ ഈ ഭൗതികവാദം, നാസ്തികം, യുക്തിവാദം എന്നൊക്കെ പറയത്തില്ലേ, അതിനോട് ചേർന്നും അതിനോട് പ്രതികരിച്ചുമുള്ള ഒരു വേദരൂപമാണ് ഇന്ന് നമുക്കുള്ളത്. ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചിരുന്നു, എനിക്കൊരു അനുഭവം ഉണ്ടായത്. വൈദിക ശബ്ദം പ്രയോഗിച്ചപ്പോൾ അത് ഇവിടെ എന്താണ് അതിനർത്ഥം, അത് ക്രിസ്ത്യൻ അല്ലേ എന്ന് ചോദിച്ചൊരവസ്ഥയുണ്ടല്ലോ. സത്യവേദ പുസ്തകം ഇങ്ങനെ, അത് വെറുതെ പദത്തിൽ വന്നതല്ല, മൊത്തത്തിൽ വേദം അപ്രത്യക്ഷമായി എന്നതാണ് അതിനകത്തെ വിഷയം. അപ്പം വേദം അപ്രത്യക്ഷമാകുമ്പോൾ വേദത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന, അല്ലെങ്കിൽ വേദത്തിന്റെ നേരത്തെ പറഞ്ഞ ഇന്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞ വ്യാഖ്യാനം, എക്സിജസിസ്, ഹെർമന്യൂട്ടിക്സ് എന്നൊക്കെ പറയും. ഇപ്പം സൂര്യനെ നമുക്ക് കാണാം, സൂര്യന്റെ ഒരു ഇഡ്ഢാവട്ടത്തിലേ കാണാൻ കഴിയുള്ളൂ. സൂര്യൻ അതല്ലല്ലോ, ഒരു പ്ലേറ്റ് പോലെ ഇരിക്കുന്ന അതല്ലല്ലോ സൂര്യൻ എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യനെ നോക്കിയാൽ കാണുന്ന ആ രൂപമല്ല സൂര്യന്. ഇങ്ങനെയാണ് എല്ലാം. ഏറ്റവും പ്രകാശം ചുരിഞ്ഞ് നിത്യസത്യമായിട്ട് ഇരിക്കുന്ന, എല്ലാ ദിവസവും നമ്മോടൊപ്പമുള്ള സഞ്ചരിക്കുന്ന, അല്ലെ നാം അതിനെ ആശ്രയിച്ച് സഞ്ചരിക്കുന്നു എന്ന് പറയണം, അതിനെ പോലും നമുക്കറിയാൻ കഴിയുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഹിരൺമയേന പാത്രേണ സത്യസ്യ അഭിഹിതം മുഖം. സത്യത്തിന്റെ മുഖം മറഞ്ഞാണിരിക്കുന്നത്, അത് ചെറിയ മറവിലല്ല. ഹിരൺമയമായ പാത്രമുണ്ട്. ഇരുമ്പാണെങ്കിൽ തുരുമ്പെടുക്കുന്നത് കൊണ്ട് നമുക്ക് തിരിച്ചറിയാം എന്തോ ഒരു കുഴപ്പം അവിടെ ഉണ്ട്. ചെമ്പാണെങ്കിൽ ക്ലാവ് എടുക്കുമ്പോൾ അറിയാം ഇത് സ്വർണ്ണ പാത്രമാണ്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു ന്യൂനത വരുന്നതായിട്ട്, ഒരു കുറവ് വരുന്നതായിട്ട് തോന്നുകയില്ല. അപ്പോൾ എല്ലാവരും അതുകൊണ്ട് തൃപ്തരാണ്, ഉള്ളത് കൊണ്ട് തൃപ്തരാണ്. മാത്രമല്ല നമ്മളോട് പരമ്പര പലപ്പോഴും പറയുമല്ലോ, നിങ്ങൾ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് സന്തോഷം കണ്ടെത്തണമെന്ന്. വിജ്ഞാനത്തിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ സന്തുഷ്ടരാണ്, അത് മതി എന്ന് ആണ് നമ്മുടെ എല്ലാം പൊതുവായൊരു വിചാരം. ഇപ്പൊ കിട്ടിയതിന് ധാരാളം, കാരണം അത് ഗ്രഹിക്കാൻ തന്നെ സമയമില്ലല്ലോ. രാമായണം ഗ്രഹിക്കണമെന്ന് വിചാരിച്ചാൽ അതിനെന്തെങ്കിലും തീർപ്പുണ്ടോ, അതോടെ കിടക്കുകയാണ്. അപ്പോൾ അനന്തകോടി പാഠങ്ങൾ, 300 രാമായണം ഉണ്ട് എന്ന് AK രാമാനുജൻ പറഞ്ഞു, 3000-ൽ പരം ഉണ്ടെന്ന് മറ്റുള്ള ഗവേഷകർ പറഞ്ഞു. അങ്ങനെ
300, 3000 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ദേവതകൾക്ക് അതിൻ്റെ ഭംഗമുണ്ടോ? ഒരു ദേവതയെ ഋഷികൾ സാക്ഷാത്കരിച്ചു തന്നു. നമ്മൾ ബാക്കി അതിനെ 3 33 ഇപ്പം എത്ര കോടിയുണ്ട്? 33 മുക്കോടി എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് അതിൻ്റെ അങ്ങനെ എണ്ണം കുറയുന്നില്ല, കൂടുന്നതേ ഉള്ളൂ. ദേവതകൾക്കും പഞ്ഞമില്ല. അപ്പം ഈ അനന്തകോടിയായിരിക്കുന്ന ഈ അവസ്ഥയിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി, അതുകൊണ്ട് തൃപ്തരാണ്. കാരണം നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ മോക്ഷത്തെ ആഗ്രഹിക്കുന്നില്ല, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ മോക്ഷത്തെ ആഗ്രഹിക്കാത്ത ആളല്ല, ശരിയായിട്ട് മോക്ഷത്തെ ആഗ്രഹിക്കാത്ത ദുഃഖം നീങ്ങണം. നമ്മുടെ ഒരു മൂലവിഷയം അതാണല്ലോ. സുഖം കിട്ടണമെന്ന ആഗ്രഹം നമുക്കുള്ളൂ, ദുഃഖം നീങ്ങണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹമില്ല. ഉണ്ടെങ്കിൽ നമ്മൾ ഋഷികളുടെ പന്ഥാവിലൂടെ സഞ്ചരിക്കും, അല്ലാതെ വേറെ മാർഗമില്ല. അപ്പം സർവം ദുഃഖമേവ വിവേകിന, ഈ ദർശനം എന്ന് പറയുന്ന ശാസ്ത്രം, അതിന്റെ അവിടുന്ന് ഇവിടുന്നൊക്കെ നമ്മൾ എടുക്കുന്നുണ്ടില്ലെന്ന് പറയുന്നില്ല. പക്ഷെ സർവമേവ ദുഃഖം വിവേകിന. ആദ്യം ഞാൻ വിചാരിച്ചു ഇവരെത്ര ഈ പത്തറ്റിക്, ഇത്രയും പെസിമിസ്റ്റിക് ആണ് ഋഷികൾ എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്തോ അവർ പറയുന്നത് എല്ലാം ദുഃഖമാണ്. അതെങ്ങനെ എല്ലാം ദുഃഖമാകുന്നത്? അതിനെ നെഗേറ്റ് ചെയ്യാനേ ആദ്യം തോന്നുകയുള്ളൂ. പക്ഷെ ഋഷികൾ പറഞ്ഞതല്ലേ, എന്തെങ്കിലും ഒരു സംഗതി കാണുമല്ലോ. അപ്പം അവര് ഫസ്റ്റ് ക്ലാസ് സുഖത്തെ കണ്ടിട്ട്, അതിനെ അറിഞ്ഞിട്ട്, അതിന്റെ തണലിരുന്നുകൊണ്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ തുച്ഛത സഹോദരങ്ങൾ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ആത്മീയ ബന്ധുക്കൾ എന്ന നിലയിൽ നമ്മെ അറിയിക്കുകയാണ് അവർ. അല്ലാതെ അവർക്ക് ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രം സ്ഥാപിച്ചു പോകണമെന്നോ ഒരു സമ്പ്രദായം നടപ്പാക്കിയിട്ട് അതിന്റെ തലപ്പത്തിരുന്ന് ഗുരു ചമയണമെന്നൊന്നുമില്ല. സത്യം പറയാം, യഥാഭൂത ചിഖ്യാപിഷയ അവരെ പറ്റി പറയുന്നതാണ്. എങ്ങനെയാണ് ഋഷിയെ നമ്മൾ തിരിച്ചറിയുന്നത്? യഥാഭൂത ചിഖ്യാപിഷയ, എന്താണോ അവർ കണ്ടത് അതിനെ അങ്ങനെ തന്നെ പറയാൻ ശ്രമിക്കുന്നു. മാറ്റമില്ല, പൊടിപ്പും തൊങ്ങലും ഒന്നും വെച്ചില്ല. അത് ആളുകൾക്ക് വേണ്ടി പോപ്പുലറൈസ് ചെയ്തില്ല. ആളുകൾക്ക് കിട്ടാൻ വേണ്ടി, കൂടുതൽ ആളിലേക്ക് എത്താൻ വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഫോർമാറ്റിംഗ് ഒന്നും ചെയ്തില്ല. എന്താണോ അവർ കണ്ടത് അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ സൂര്യനെ അവർ കാണുന്നത് ഇന്നത്തേനേക്കാൾ കോടിക്കണക്കിന് വലുപ്പത്തിലാണ്. അപ്പൊ അവർ പറയുന്നു ആദിപ്രത്നസ്യരേത പശ്യന്തി വാസരം. ഒരു ഉദാഹരണം പറയുകയാണ്. മന്ത്രഭാഷയുടെയും അവരുടെ അനുഭവങ്ങളാണ്, അനുഭൂതി പ്രമാണമെന്ന്. അവർക്ക് ഈ പ്രത്യക്ഷമെന്നോ നമ്മളിന്ന് കാണുന്ന പ്രത്യക്ഷമോ അനുമാനമോ ഈ പറഞ്ഞ പ്രമാണ ഭേദങ്ങളോ ഒന്നും അവർക്കില്ല. അവർക്ക് അനുഭൂതി പ്രമാണം, അനുഭൂതിയാണ്. ആ അനുഭൂതിയുടെ ആഴങ്ങളിൽ നിന്നുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. ഭാഷയുടെ വ്യത്യാസം കൊണ്ട് അറിയാൻ കഴിയുന്നത്. അതെങ്ങനെ, താങ്കൾ എങ്ങനെ അറിഞ്ഞു എന്നോട് ചോദിച്ചാൽ ഭാഷയുടെ വ്യത്യാസം കൊണ്ട് അറിയാൻ പറ്റും. ശബ്ദം തന്നെയാണ് പ്രമാണം. അവരുടെ ആഴം, അവർ പറയുന്നതിന്റെ അനുഭൂതിയുടെ ആ രസപ്പകർച്ച സാധാരണക്കാർക്കില്ല, കിട്ടത്തില്ല. അത് എത്ര വലിയ ഗ്രന്ഥമായിക്കോട്ടെ, എത്ര വലിയ താർക്കിക സംഗതി ആയിക്കോട്ടെ, അനുഭൂതി പ്രമാണമാണ്. അപ്പൊ അവർ പറയുന്ന ആദിപ്രത്നസ്യരേതസ ജ്യോതി പശ്യന്തി ഭാസ്വരം. ഞങ്ങൾ പകലുപോലെ എന്നാൽ നമ്മൾ സൂര്യനെ കാണുന്ന പോലെ പകലുപോലെ ജഗത്തിന്റെ ആദി ബീജത്തിൽ നിന്നുള്ള പ്രകാശം പകലുപോലെ കാണുന്നു എല്ലായിടത്തും. അപ്പൊ അവിടെ പിന്നെ ഇരുട്ടെവിടെ, നിഴലെവിടെ, ഒന്നുമില്ല. അപ്പൊ അവരുടെ കാഴ്ച തന്നെ വേറെയാണ്. നമുക്കത് മെല്ലെ മെല്ലെ അവരോടൊപ്പം സഞ്ചരിച്ചാൽ എത്താൻ കഴിയും. അവരോടൊപ്പം അനുധാവനം എന്ന് പറയും. അനുധാവനം, പിൻപറ്റുക, അല്ലാതെ വേറെ മാർഗമില്ല. അവരെ പിൻപറ്റാതെ മാർഗമില്ല. അതാണ് മഹാഭാരതവും മറ്റും നമ്മെ അറിയിക്കുന്നത്. പക്ഷെ അതൊന്നും അങ്ങനെ ആരും പറഞ്ഞു തരാറില്ല. അല്ലാതെ കഥയുടെ ദുർവ്യാഖ്യാനങ്ങള്, എന്താണ് പറയുന്നത്, അതിന്റെ ഊടുവഴികള്, ഇതൊക്കെയാണ് നമ്മൾ രാമായണത്തിലാണെങ്കിലും മഹാഭാരതത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ കേൾക്കുന്നത്. ഈ ക്ലാസ്സുകൾ ഇതൊക്കെ നിരന്തരം കേൾക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഉത്തരം, അല്ലെങ്കിൽ പ്രത്യുത്തരം. അതാണ് നറേറ്റീവ് എന്ന് പറയുന്നത്തെ രീതിയിൽ. രാമൻ എങ്ങനെ ജീവിച്ചു, സീത എങ്ങനെ ജീവിച്ചു, സീതയുടെ ജീവിതത്തിലെ പ്രമാണങ്ങൾ, സീത സ്വീകരിച്ച ജീവിത പ്രമാണങ്ങൾ എന്തായിരുന്നു, ഏതേതെല്ലാം ജീവിത സമസ്യകളിലായിരുന്നു സീത നമുക്ക് ഉത്തരമാകുന്നത്, ഇതൊന്നും ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഈ പോപ്പുലർ സംഗതിയിൽ നമ്മളും ശ്രദ്ധിച്ച് കടന്നു പോകുന്ന. അവരെത്ര ഇറച്ചി നിന്നു, അവരെത്ര മദ്യം കുടിച്ചു, ഏതൊക്കെ മദ്യം കുടിച്ചു, ഏതൊക്കെ മാംസം കഴിച്ചു, എങ്ങനെയൊക്കെ അത് പാകം ചെയ്തു, എവിടെ വെച്ചെല്ലാം കഴിച്ചു. ഭരദ്വാജന്റെ ആശ്രമത്തിൽ അവർ ഇറച്ചി കഴിക്കുകയായിരുന്നു. ഈ അടുത്തയിടയിൽ നിർഭാഗ്യവശാല് സങ്കടകരമായിട്ട് ചിദാനന്ദപുരി സ്വാമിയെ പോലെയുള്ള ആളുകളും അതിനെ എൻഡോഴ്സ് ചെയ്താണ് കാണുന്നത്. ഇത് ഞാൻ സാധാരണ നമുക്കിടയിലുള്ള ഈ കാലുഷ്യങ്ങൾ നമുക്കിടയിൽ തന്നെ തീരട്ടെ എന്ന് കരുതി ഞാനിത് പറയാറില്ല പൊതുവെ. ഇതിപ്പോ പേരെടുത്ത് പറയേണ്ടി വരിക. കാരണം അത്രയും വലിയ, അവരെ പോലും ബാധിക്കുന്ന നിലയിലാണ് ഈ കൗണ്ടർ, ഈ നറേറ്റീവ്സ് പെരുകിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലും മറ്റും. അപ്പോൾ ഇവർക്ക് ആർക്കും
സീത എന്ത് പ്രമാണത്തിലാണ് ജീവിച്ചത്, എന്ത് ആദർശത്തെയാണ് പിൻപറ്റിയത്? രാമനും സീതയും സാധാരണ ഭാരതീയർക്ക് എങ്ങനെ മാതൃകയാകുന്നു? രാമനും സീതയും ഇല്ലായിരുന്നെങ്കിൽ, ഉള്ളത് പറയാമല്ലോ, അത്യാവശ്യം ചരിത്രത്തിന്റെ സംഗീതങ്ങൾ വെച്ച് പറയാം, ഭാരതം ഉണ്ടാവില്ലായിരുന്നു, ഭാരതത്തിലെ ജീവിതം ഉണ്ടാവില്ലായിരുന്നു. കാരണം അവര് ദമ്പതികളായിരുന്നു. അച്ഛനമ്മമാരെന്നതിൽ കൂടുതൽ ദമ്പതികളായിരുന്നു. അച്ഛനമ്മമാരെ നമുക്കൊരു സൈഡിൽ എന്ത് ചെയ്യാൻ പറ്റും? വിഗ്രഹമാക്കി മാറ്റിവെക്കാൻ പറ്റും. വിഗ്രഹത്തിന്റെ അവസ്ഥ എന്താ? അത് ചൂണ്ടിക്കാണിക്കത്തുള്ളൂ, അത് നമുക്ക് ആവേണ്ടതില്ല. അത് അച്ഛനമ്മമാരായതുകൊണ്ട് പറ്റും, അത് ദൈവങ്ങളായതുകൊണ്ട് പറ്റും, എനിക്ക് വേണ്ടല്ലോ. ഇതങ്ങനല്ല. ഇവര് സാധാരണ ലൗകിക ജീവിതം നയിച്ച ദമ്പതികളാണ്. ഈ ദമ്പതികളുടെ അവരുടെ പ്രണയമാണ് ഇതിന്റെ കഥ എന്ന് പറയുന്നത്. ഈ രാമായണത്തിന്റെ കഥ അവരുടെ പ്രണയവും അതിന്റെ വിജയവുമാണ്. അപ്പം അത്രയും ജീവിതസ്പർശിയായ ശുദ്ധ ജീവിതം. കാരണം അവർ ധർമ്മപ്രണയികളായിരുന്നു. അവർ തമ്മിലുള്ള പ്രണയവും അവർ പങ്കിട്ടത് ധർമ്മത്തെയാണ് അവർ മുൻനിർത്തിയത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചെയ്യുന്നതും ഒക്കെ ഉണ്ട് അതിനകത്ത്. ചോദ്യം ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ക്രൂരമായിട്ട് നമുക്ക് അവർ ചോദ്യം ചെയ്യുന്നത് കാണാം. അത് ആകെപ്പാട് അതിന്റെ എത്രയെങ്കിലും ഒരു അനുരണനം ആധുനിക കാലത്ത് കാണുന്നത് ആശാന്റെ സീതാകാവ്യത്തിലുള്ളൂ, ചിന്താവിഷ്ടയായ സീത. കാരണം ആശാൻ ഋഷികവിയായിരുന്നു. അദ്ദേഹത്തിന് അവരെന്താണ് പറയാൻ ഉദ്ദേശിച്ചെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അതിനെ പുനരാവിഷ്കരിക്കാൻ ശ്രമിച്ചത്. അതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നത് വലിയ വലിയ ആളുകൾ പോലും, ഇപ്പം നമുക്ക് ആനന്ദവർദ്ധനം തുടങ്ങിയുള്ള വലിയ വലിയ ആലങ്കാരികന്മാരുണ്ട്. കാശ്മീരി എന്താ പറയുക, കാശ്മീരിൽ നമ്മളങ്ങ് സർവജ്ഞപീഠം കയറിയിരുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്ക് പോലും ഈ ലളിതമായ സത്യം മനസ്സിലായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്, നമുക്ക് ജീവിതഗന്ധിയായിട്ട് ഇവരെ നമുക്ക് സമീപിക്കാൻ കഴിയില്ല. ഇവരൊക്കെ എന്തൊക്കെയോ മൂർത്തികളാണ്, വിഗ്രഹങ്ങളാണ്, നമ്മളിൽ നിന്ന് അകന്നവരാണ്. അവർക്കങ്ങനെ ആവാം. അത് കണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സാധാരണ ഒരു കവലപ്രസംഗം, തുടർച്ചയായിട്ടൊരു കവലപ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് ആനന്ദം ഉണ്ടാകും, ഗോൾമയിലുണ്ടാകും, നമ്മൾ എന്ത് ചെയ്യും? ആസ്വദിക്കും, കേട്ടിട്ട് പോകും. പക്ഷെ എന്ത് ചെയ്യത്തില്ല? ജീവിതത്തെ ഒരിക്കലും സ്പർശിക്കില്ലല്ലോ. കൈയടിക്കും, ഒരുപാട് ആളുകൾ കൂടും, വീണ്ടും അടുത്ത വട്ടം അതിന് ഇരട്ടി ആൾ കൂടും. ഇതാണ് അതിന്റെ ഒരു അവസ്ഥ. അപ്പം അപൂർവമായിട്ട് ഇതിനകത്ത് ദുഃഖവിമോചനം എന്ന് പറയുന്നത് വിഷയമാവുകയുള്ളൂ. അത് കേൾക്കാൻ താല്പര്യമുള്ളവർ വളരെ കുറവാണ്. അപ്പൊ എന്താണ്? സുഖത്തെ പെരുപ്പിക്കുന്ന, സുഖത്തിന്റെ വഴിയാണ് അതിന് സുഖത്തെയാണ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത്, എന്റെ സമ്പ്രദായം പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് കാമോദ്ദീപകമായ എന്ന് തന്നെ പറയേണ്ടി വരും. കാമത്തെ ഉദ്ദീപിപ്പിക്കുന്ന, കാമം എന്ന് പറഞ്ഞ പുരുഷാർത്ഥത്തെ ഉദ്ദീപിപ്പിക്കുന്ന രീതിയിലാണ് എല്ലായിടത്തും എല്ലാ പ്രസ്തുതികളും. ആചാര്യ പരമ്പരകളും അതിന് വഴിപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അതിന് പ്രമാണങ്ങളുണ്ട്, വെറുതെ പറയല്ല, ചരിത്രത്തിൽ പ്രമാണങ്ങളുണ്ട്. ആചാര്യ പരമ്പരകൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ അബദ്ധമാണ്, അല്ലെങ്കിൽ ഈ അബദ്ധങ്ങളുടെ എല്ലാം ഒരു എന്താണ് പറയുന്നത്, ആണിക്കല്ല് അല്ലെങ്കിൽ മൂലക്കല്ല് എന്ന് പറയുന്നത് അഹം ബ്രഹ്മാസ്മി എന്ന ഉപനിഷത്ത് തത്വത്തിന്റെ ദുർവ്യാഖ്യാനമാണ്. ഇത് ഞാൻ കണ്ടെത്തിയതല്ല. കരുണാകര ഗുരു എന്ന് പറഞ്ഞ ആളെ അറിയാമല്ലോ. കരുണാകര ഗുരു നമ്മുടെ പോത്തൻകോട് ആശ്രമത്തിന്റെ അധിപതിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു സാധാരണ ഗുരുവായിരുന്നു. പിന്നീടാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വലിയ ഒരു പ്രസ്ഥാനമൊക്കെ ആയത്. പല നന്മകളും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് പരമ്പരയിൽ. കാരണം ഒരു സാധകനായിരുന്ന ആൾക്ക് അത് ചെയ്യാൻ കഴിയും. ഞാൻ അദ്ദേഹത്തെ ഈ മഹാഗുരു എന്ന രീതിയിലല്ല കാണുന്നത്. ജീവിതത്തെ നഗ്നമായി സമീപിച്ച ആളുകളിൽ പെടുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഉപദർശനമാണ്. അദ്ദേഹം പരമ്പരയോട് സംബന്ധിച്ച് കണ്ടെത്തി പറഞ്ഞ ഒരു വാക്യമാണ്, നമ്മുടെ പരമ്പരയിൽ എവിടെയോ ആർക്കോ ഒരു അബദ്ധം പറ്റി, അവര് അഹം ബ്രഹ്മാസ്മി എന്ന് സ്വന്തം അവനവന് വേണ്ടി ഉച്ചരിച്ചു. ഈശ്വരനാണ് ബ്രഹ്മം. ഈശ്വരന് പറയാം ഞാൻ ബ്രഹ്മമാണ് എന്ന്. ഈശ്വരൻ ഞാൻ ബ്രഹ്മമാണ് എന്ന് നമ്മെ പരിചയപ്പെടുത്തുന്ന ഭാഗമാണ് ബൃഹദാരണ്യ ഉപനിഷത്തിലെ അഹം ബ്രഹ്മാസ്മി എന്ന ആ പ്രകരണം. അത് ഏറെ വിസ്തരിച്ചാണ് പറയുന്നത്. ഇങ്ങനെ അറിഞ്ഞാൽ ഇതാരൊക്കെ തിരിച്ചറിഞ്ഞു? അവൻ മനു അറിഞ്ഞു, ആദിത്യൻ അറിഞ്ഞു, ഇങ്ങനെ ഋഷി പരമ്പരയുടെ വർണ്ണനകൾ ചെയ്യുകയാണ്. അവിടെ എങ്ങും ഒരു സാധാരണ ലൗകിക ദേഹധാരിയായിട്ടുള്ള ജീവൻ ബ്രഹ്മമാണ് എന്ന പരാമർശമില്ല. പക്ഷെ അതങ്ങനെ പറഞ്ഞു തുടങ്ങിയതോടെ വന്ന കുഴപ്പം എന്താണ്? ഈശ്വരൻ മാറി. പകരം നമ്മൾ കാണുന്ന, എന്നിട്ട് പറയാൻ തുടങ്ങി ഇതാണ് സാക്ഷാത് ബ്രഹ്മം. ഞാൻ കുറെ നിങ്ങളുടെ ഉദാഹരണം ഞാൻ പറയുകയാണ്. എനിക്ക് എത്ര അനുഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ നിങ്ങളെ സ്വാധീനിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ എന്നെ ദൈവമായിട്ട് കാണും. അത് മനുഷ്യന്റെ ഒരു അവസ്ഥയാണ്, കലികാലത്തിലെ വിശേഷിച്ചൊരവസ്ഥയാണ്. പ്രജ്ഞയുടെ പ്രശ്നങ്ങളാണത്. വേണ്ടത് ഗ്രഹിക്കുക, അറിവ് നേടുക എന്നതിനപ്പുറത്തേക്ക് നമ്മൾ വ്യക്തി ആരാധനയിലേക്ക് കാരണം നമ്മൾ എപ്പോഴും, ഹിന്ദുക്കളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും, ഹിന്ദുക്കൾ എപ്പോഴും വിഗ്രഹങ്ങളെയാണ് കാണുന്നത്. നിരന്തരം വിഗ്രഹങ്ങളെ കണ്ട് അവരുടെ ആ ഒരു മനോഭാവം അങ്ങനെ തന്നെ മാറിയിരിക്കുകയാണ്. അപ്പൊ ശുദ്ധമായ ജ്ഞാനം, ഈശ്വരൻ ഇത്തരം വിഷയങ്ങളിൽ നിന്ന് അകന്നിട്ട് കാലം കുറേയായി. ഗുരുക്കന്മാര് പറയുന്നത് എന്താണ്? താൻ ദൈവമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്
അവതാരവാദം തുടങ്ങിയുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കലർന്ന ഒരവസ്ഥയിലാണ് വൈദിക ഗ്രന്ഥങ്ങളെ നമുക്ക് കിട്ടുന്നത്. വിശേഷിച്ചും നേരത്തെ പേരെടുത്ത് പറഞ്ഞ പോപ്പുലർ ഗ്രന്ഥങ്ങൾ, വൈദിക ലോക ഗ്രന്ഥങ്ങൾ, ലോകത്തിൽ വേദത്തെ അറിയിക്കുന്ന ഗ്രന്ഥങ്ങൾ. ഏതൊക്കെ ഗ്രന്ഥങ്ങളിലൂടെയാണോ വേദത്തെ സാധാരണക്കാർ അറിയേണ്ടത് എന്ന് ഋഷികൾ നിഷ്കർഷിച്ചത്, ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബ്രഹ്മയേത്, വേദത്തിന്റെ ഉപബ്രഹ്മണം ചെയ്യണം ഇതിഹാസ പുരാണങ്ങളെ കൊണ്ട്. അപ്പോൾ ലോകത്തിൽ വേദത്തെ പ്രതിഷ്ഠിക്കുക, അല്ലെങ്കിൽ വേദതത്വം ലോകത്തിലെ ഏറ്റവും അടിത്തട്ടിൽ വരെ എത്തുവാൻ വേണ്ടിയാണ് പുരാണ ഇതിഹാസ കഥാപാത്രങ്ങളെ അവര് നമ്മുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത്, അതിനെ ഡോക്യുമെന്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ നിലയിലല്ല ഇപ്പം നമുക്ക് അവരെയൊന്നും കിട്ടുന്നത്. രാമനിൽ നിന്നും നമുക്ക് ജീവിതത്തിൽ എത്രയൊക്കെ എന്തൊക്കെ പകർത്താനാവും. ഇന്നത്തെ രാമനെ നമ്മൾ പഠിക്കും തോറും സംശയം കൂടുകയാണ്. കാരണം രാമൻ മനുഷ്യനാണ് എങ്കിൽ രാമൻ കാണിച്ചെല്ലാം മണ്ടത്തരമാണ്. ദൈവമാണെങ്കിൽ നമുക്ക് ന്യായീകരിക്കാൻ വേറെ വഴികൾ കണ്ടെത്തണം. അധ്യാത്മരാമായണമൊക്കെ അങ്ങനെയല്ലേ എഴുതിയത്. വാൽമീകി രാമായണം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം ഇരിക്കെ എത്ര ഗ്രന്ഥങ്ങൾ, നേരത്തെ പറഞ്ഞ 300,000 എന്തിനാണ് ഇത്രയും? രാമായണം വേദത്തെ വ്യാഖ്യാനിക്കാനിരിക്കുമ്പോൾ രാമായണത്തെ വ്യാഖ്യാനിക്കാൻ ഇത്രയും ഗ്രന്ഥങ്ങളോ? വേദത്തെ വ്യാഖ്യാനിക്കാൻ അത്രയും ഗ്രന്ഥങ്ങൾ ഉണ്ടായില്ലല്ലോ. വേദഭാഷ്യങ്ങൾ രചിക്കാതെ ഇവരെന്തുകൊണ്ടാണ് ഇത്തരം പുസ്തകങ്ങൾ എഴുതിയത്? ഞാനതാ പറഞ്ഞത്, പരമ്പരയ്ക്ക് കാര്യമായ പ്രശ്നമുണ്ട്. അത് എവിടെ തുടങ്ങി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സംശയം വരും. കരുണാഗുരു സൂചിപ്പിച്ചത് പലർക്കും ഈ സംശയമുണ്ട്. പരമ്പരയിൽ എന്തോ പ്രശ്നമുണ്ട്. കലികാലത്തിലേക്ക് വഴിതിരിയാൻ കലികാലം എന്ന് പറഞ്ഞതിനെ കൂടി താണ്ടുവാൻ പാകത്തിനുള്ള പ്രകാശം. കാരണം ഇന്നും സൂര്യനുണ്ടല്ലോ, ഇന്നും ചന്ദ്രനുണ്ടല്ലോ, ഇന്നും ബ്രഹ്മമുണ്ടല്ലോ, ഈശ്വരന് യാതൊരു കോട്ടവുമില്ലല്ലോ. അപ്പൊ കാലഭേദമില്ലാതെ മുമുക്ഷുക്കൾ ഉണ്ടാവണം, മോക്ഷത്തിന് ആഗ്രഹമുള്ള ജീവാത്മാക്കൾ ഉണ്ടാവണം, അവർക്ക് മോക്ഷത്തിന്റെ പഥമുണ്ടാവണം, വഴി തെളിഞ്ഞു കിട്ടണം. അപ്പൊ അതിനൊക്കെയുള്ള സൗകര്യം ഉണ്ടാവേണ്ടതല്ലേ? എന്തുകൊണ്ട് കലികാലത്തിൽ അത് അസ്തമിച്ചു പോകുന്നു? പരമ്പരയ്ക്ക് എന്താണ് ഒരു ന്യൂനത വന്നിരിക്കുന്നത്? ഈ സംശയം എല്ലാവർക്കും ഉണ്ട്. പരമ്പരയോട് ബന്ധമുള്ള മുഴുവൻ ആളുകൾക്കും ഉണ്ട്, പരമ്പരയെ പ്രമാണമാക്കുന്ന മുഴുവൻ ആളുകൾക്കും ഉണ്ട്. അപ്പൊ അതിൽ നല്ല ഒരു വിശദീകരണമായിട്ടാണ് ഞാൻ കരുണാകര ഗുരുവിനെ പറഞ്ഞ ആ വാക്യത്തെ കാണുന്നത്. അദ്ദേഹം ഒരു വലിയ പ്രതിഷ്ഠാപിത ഒരു അക്കാഡമീഷ്യൻ, ഒരു വിദ്വാനൊന്നുമല്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് വളരെ ക്രൂഷ്യലായിട്ടുള്ള, ക്രിറ്റിക്കലായിട്ടുള്ള കൃത്യമായ ഒരു നിരീക്ഷണമാണ്. അപ്പോൾ അഹം ബ്രഹ്മാസ്മി എന്ന വ്യക്തി പറഞ്ഞാൽ ഈശ്വരൻ അവിടെ മറഞ്ഞു. അങ്ങനെ ഈശ്വരൻ മറഞ്ഞിടത്ത് പിന്നെന്തുണ്ടായി എന്നുള്ളതാണ് ആ ചോദ്യത്തിന് ഉത്തരം. ഇപ്പൊ അതിന്റെ ഒരു വഴിയിലേക്ക് നമ്മൾ വരികയാണ്. ചോദ്യം വളരെ ആഴമുള്ള ചോദ്യമായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഒന്ന് ചുറ്റിയത്, പ്രദക്ഷിണം ചെയ്തത്. പക്ഷെ അതല്ല, അതിന്റെ മുഖ്യ കേന്ദ്ര ഭാഗം ഇനി പറയാൻ പോകുന്നതാണ്. വേദം മാറിക്കഴിഞ്ഞാൽ വേദപുരുഷൻ എന്ന് പറഞ്ഞൊരു വലിയ സങ്കല്പമുണ്ട്. സങ്കല്പമല്ല, ഋഷികളുടെ ആദർശമുണ്ട്. ആ വേദപുരുഷന്റേതാണ് നമ്മൾ വേദാംഗം, ഉപാംഗം എന്നൊക്കെ പറഞ്ഞ ആ ഒരു വ്യവസ്ഥ. അപ്പോൾ വേദത്തെ കേന്ദ്രമാക്കി വെക്കുന്നു. വേദം എന്താണ്? ആത്മാവിന്റെ ഇഹ പര നിവൃത്തിക്ക് വേണ്ട ജ്ഞാന സംഹിത. ഇഹത്തിലും പരത്തിലും ഒരു മനുഷ്യൻ എന്തു വേണമോ അവൻ ഇരുട്ടിൽ തപ്പാതെ എക്കാലവും പ്രകാശം. നേരത്തെ അവരെന്താ കണ്ടത്? എക്കാലവും ആ പുരാതന ജ്യോതിസിൽ നിന്നുള്ള വെളിച്ചം ഞങ്ങൾ പകല് പോലെ ആസ്വദിക്കുന്നു. അതിന് വ്യത്യാസമില്ല. അപ്പൊ സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്. അവരെന്താ പറയുന്നത്? നതദ്ഭാസയതേ സൂര്യ. ഗീതയിൽ പറയാം, ഗീതയിൽ പറയുന്നു, നതത് ഭാസയതേ സൂര്യ ന ശശാങ്കോ ന പാവക യദ്ഗത്വാന നിവർത്തന്തെ തദ്ധാമ പരമം പദം. അതാണ് പരമപദം. അപ്പൊ സൂര്യൻ ഏതൊരു ധാമം, ഏതൊരു പ്രകാശത്തിലാണോ സൂര്യൻ പ്രകാശിക്കാത്തത്, അല്ലെങ്കിൽ സൂര്യൻ പ്രകാശിക്കുന്നുവെന്ന് നമുക്കറിയാൻ കഴിയാത്തത്, അത്രയും പ്രകാശമുള്ള അവിടെ ചന്ദ്രനില്ല, നക്ഷത്രങ്ങളില്ല, ഇവയ്ക്കൊന്നും പ്രകാശമില്ല. ഇവയില്ലെന്നല്ല, ഇവയ്ക്കൊന്നും പ്രകാശമില്ല. അത്രയും മികച്ച ഒരു ഉത്തമ ജ്യോതി, ഒരു വലിയ ജ്യോതിഷിലാണ് അവർ കഴിയുന്നത്. അവർ നമ്മളെ വിളിക്കുന്നതും അവിടേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വസ്തി വഹ് പരായ തമസഃ പരസ്താത്. നിങ്ങൾ ഇരുവർക്കും, ദമ്പതികൾക്ക്, ഗൃഹസ്ഥർക്ക്, കാരണം ഗൃഹസ്ഥരാണ് എല്ലാ ആശ്രമ വ്യവസ്ഥയുടെയും ആണിക്കല്ല്, ഗൃഹസ്ഥർക്കാണ് ഉപദേശം. സ്വസ്തി വഹ് പരായ, നിങ്ങൾക്ക് ഇരുവർക്കും സ്വസ്തി ഉണ്ടാവട്ടെ. തമസിനെ തമസിന്റെ മറുകര താണ്ടുവാൻ. ഈ തമസെന്ന് പറയുന്നതിനുള്ളിൽ കിടക്കുന്നതാണ് ലോകകാര്യങ്ങളൊക്കെ. അതിനപ്പുറത്തേക്കാണ് വെളിച്ചം. വേദം വെളിച്ചം വീശുന്ന അവിടേക്കാണ്. അതവിടെ നിൽക്കട്ടെ, അത് വലിയ വിഷയമാണ്. അപ്പോൾ വേദപുരുഷൻ എന്ന് പറയുന്ന
അത് ആത്മാവാണ് എങ്കിൽ അവൻ എങ്ങനെ, ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ പുരുഷൻ എന്ന് വെച്ചാൽ മനുഷ്യൻ തന്നെ വേദമനുഷ്യനാവുന്ന എങ്ങനെ? വേദപുരുഷൻ എന്ന് പറയുമ്പോൾ ഒരു ആവശ്യമില്ലാത്ത ഒരു ആഖ്യാന പ്രശ്നമൊന്നുമില്ല. മനുഷ്യൻ തന്നെ, വേദമനുഷ്യൻ ആണാവട്ടെ പെണ്ണാവട്ടെ. എങ്ങനെയാണ് അവൻ വേദമനുഷ്യനാവുന്നത്? അവിടെ പറയുന്നു അവന്റെ ആദ്യത്തെ ശിക്ഷാഘ്രാണം തു വേദസ്യ. വേദത്തിന്റെ മൂക്കാണ്, അല്ലെങ്കിൽ മണമാണ്, ശ്വാസമാണ് ശിക്ഷ. അപ്പൊ വേദപുരുഷൻ അവൻ വേദത്തിന്റെ സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ അവൻ പിന്നെ സംസാരിക്കുന്നത്, അവൻ ശ്വസിക്കുന്നത് ശിക്ഷയുടെ പദ്ധതി അനുസരിച്ചായിരിക്കും. അവൻ അങ്ങനെ ഉച്ചരിക്കാനാവുകയുള്ളൂ. അതുപോലെ ശിക്ഷ കൽപ്പ കരവും, അവന്റെ കരങ്ങൾ കൽപ്പമായിരിക്കും. ത്രിപു സാമർഥ്യേ, ഒരു മനുഷ്യന്റെ ശക്തി ഇരിക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യന്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് കൈകളിലാണ്. കൈകൾ സ്വതന്ത്രമായതാണ് ഇതര ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനുള്ള പ്രത്യേകത എന്ന് പരിണാമവാദികളും പറയും. അപ്പൊ കരവും, കൽപ്പം എന്ന് പറയുന്നത് എന്ന ശാസ്ത്രം കരങ്ങളാണ്. ആരുടെ? വേദ പുരുഷന്റെ അല്ല, വേദമനുഷ്യന്റെ. എന്താ കാരണം? അവന്റെ കൈകൾക്ക് ബലമേകുവാൻ മനുഷ്യന്റെ കൈകളാക്കി അവൻ ആ സാധാരണ ഒരു ജീവിയുടെ കൈയെ മനുഷ്യാത്മാവിന്റെ കരങ്ങളാക്കുവാൻ വേണ്ടി എന്തൊക്കെയാണോ അവൻ എബിലിറ്റി, സ്കില്ല്, ഇതൊക്കെ അറ്റൈൻ ചെയ്യേണ്ടത്, ആ സാമർഥ്യം, അപ്പൊ അതിനെ സമർത്ഥമാക്കുവാൻ വേണ്ടിയുള്ള ഉപദേശങ്ങളും അതിന്റെ വിധികളുമാണ്, വിധിവിധാനങ്ങളുമാണ് കൽപ്പം എന്ന് പറയുന്ന അംഗം. അപ്പോൾ വേദമനുഷ്യൻ കൽപ്പമനുസരിച്ചേ പ്രവർത്തിക്കൂ എന്നർത്ഥം, അല്ലാതെ ഇത് എവിടെയോ ഇരിക്കുന്നതല്ല. അത് കഴിഞ്ഞ് അടുത്തത് ശിക്ഷാകൽപ്പം വ്യാകരണം. വ്യാകരണം മുഖം സ്മൃതം, അവരുടെ വായയാണ് വ്യാകരണം. ആരുടെയല്ല, എവിടോ ഇരിക്കുന്ന വേദപുരുഷന്റെ, ബ്രഹ്മത്തിന്റെ അല്ല, മനുഷ്യന്റെ, വേദം പഠിച്ച മനുഷ്യന്റെ മുഖം വ്യാകരണമാകുന്നു. വ്യാകരിക്കാത്ത, അർത്ഥ ക്ലേശമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ തെറ്റായ അർത്ഥം പറയുന്ന വാക്കുകൾ അവന്റെ മുഖത്തൊന്നും വരില്ല. വ്യാകരിച്ച പദങ്ങൾ, അപ്പൊ പദങ്ങളെ വരൂന്നർത്ഥം. പദങ്ങൾ എന്ന് പറഞ്ഞാൽ കൃത്യം അടിവെച്ച് ജ്ഞാനത്തിലേക്ക് പോകുന്നതാണ്. ജ്ഞാനത്തിലൂടെ സഞ്ചരിക്കുന്നതിന്റെ പേരാണ് പദം എന്ന് പറയുന്നത്. ഓരോ വാക്കും അറിവിന്റെ ശരിയായ വിനിമയ രൂപങ്ങളാണ്. അവയെ അങ്ങനെ തന്നെ അറിഞ്ഞുപയോഗിക്കുവാൻ മനുഷ്യന് കെൽപ്പുണ്ടാക്കുന്നത് വ്യാകരണമാണ്. അപ്പോൾ അവന്റെ വായ വ്യാകരണമാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യില്ല? വ്യാകരണം പഠിച്ച ഒരാള് തെറ്റായ പദപ്രയോഗങ്ങൾ ചെയ്യില്ല. ശൈലീവശാൽ ചെയ്തേക്കാം, നിരന്തരം നമ്മൾ പ്രയോഗിക്കുന്ന. പക്ഷെ അയാൾ എഴുതുകയാണെങ്കിൽ, അയാൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ, പരമൊഴി ഉപയോഗിക്കുകയാണെങ്കിൽ ശ്രേഷ്ഠമായ ഭാഷയെ, ആദി ഭാഷയെ ഉപയോഗിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ശിക്ഷാകൽപ്പം, വ്യാകരണം, നിരുക്തം. ശ്രോത്രമുക്തം നിരുക്തം. ശ്രോത്രമുക്തം നിരുക്തം, അയാളുടെ ചെവിയാണ് നിരുക്തം. ചെവി എന്ന് പറഞ്ഞാൽ എന്താണ്? കേൾക്കാനുള്ള അവയവം, സാധനം. അപ്പോൾ അയാൾ എന്ത് കേട്ടാലും നിരുക്തമായി കേൾക്കുകയുള്ളൂ. സാധാരണ മനുഷ്യർക്ക് ഭാഷയിൽ ആളുകൾ ആശയവിനിമയം ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥത്തെ സംബന്ധിച്ചുള്ള ഖേദം, ക്ലേശമുണ്ടാവും. ശരിയായ അർത്ഥം മനസ്സിലാക്കിയോ എന്ന സംശയമുണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയായ അർത്ഥം തന്നെയാണോ, വക്താവ് ഉദ്ദേശിച്ച അർത്ഥം തന്നെയാണോ എന്ന സംശയമുണ്ടാവും. നിരുക്തം പഠിച്ച ഒരാൾക്ക് അങ്ങനെ ഉണ്ടാകില്ല. വക്താവിന്റെ താല്പര്യം തന്നെ അയാൾ കേൾക്കുകയുള്ളൂ. രണ്ടാമതൊരു അഭിപ്രായം എന്ന് പറഞ്ഞ ഒരു സംശയമില്ല. അത് വ്യാകരണത്തെ അത് പൂർത്തിയാക്കിക്കൊണ്ട് ശ്രോത്രമുക്തം നിരുക്തം. ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം. ഛന്ദസ്, ഛന്ദപാദവും, ഇരുപാദങ്ങളുമാണ് ഛന്ദസ്. അപ്പോൾ അയാൾ എങ്ങനെ നടക്കുന്നു? അയാളുടെ നടപ്പ് വൃത്തമൊപ്പിച്ചാവും. നടപ്പെന്ന് വെച്ചാൽ എന്താണ്? ജീവിതത്തിലൂടെയുള്ള സഞ്ചാരം. അപ്പോൾ അക്രമമായ, ക്രമരഹിതമായ സഞ്ചാരം അയാൾക്ക് സാധിക്കില്ല. കാരണം വൃത്താലങ്കാരാദികൾ പഠിച്ച ആളുകളുടെ അവരുടെ സംസാര രീതിയാകട്ടെ, അവരുടെ എഴുത്തിന്റെ രീതിയാകട്ടെ, വ്യവഹാര രീതിയാകട്ടെ, അതെല്ലാം വട്ടമൊപ്പിച്ചതാകുന്ന, ചില സർക്കുലർ, അല്ലെങ്കിൽ എന്താണ് പറഞ്ഞത്, ചതുരശ്രമായിരിക്കും. അത് ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പം അങ്ങനെ അവർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞാലോ ഇനി ജ്യോതിഷം. ജ്യോതിഷം എന്താണ്? ജ്യോതിഷാമയനം ചക്ഷു. ചക്ഷുസാണ്, അയാളുടെ കണ്ണ് ജ്യോതിഷമാണ്. അതും ആ ജ്യോതിഷം എന്ന ശാസ്ത്രത്തിന്റെ മുഴുവൻ പേര് ജ്യോതിഷാമയനം എന്നാണ്. ജ്യോതിസുകളുടെ അയനം, സഞ്ചാരം. അയന ശബ്ദം നേരത്തെ നമ്മൾ പഴയ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്.
അയനം എന്നത് ആത്മാവിന്റെ ഗതിയുമായി ബന്ധപ്പെട്ടതാണ്. ഉത്തരായനം, ദക്ഷിണായനം, ഇങ്ങനെ 2 പദങ്ങളുണ്ട്. പിതൃയാനം, ദേവയാനമുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ജ്യോതിഷാമയനം, ഈ യാത്രയൊക്കെയും സാധിക്കുന്നത് നമുക്ക് ഇന്ന് നാം കാണുന്ന രീതിയിൽ മുകളിൽ ദ്യോവില് ജ്യോതിഷ് ചക്രം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുകൊണ്ടാണ്. പ്രകാശപുഞ്ചങ്ങള്, പ്രകാശരാശികൾ തുടർച്ചയായിട്ട് പ്രത്യേക ക്രമത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അവയാണ് നമ്മളുടെ ജീവിതത്തെ നയിക്കുന്നത്. അത് നമ്മൾ കാണുന്ന പോലെ ഇരുട്ടിലെ കാഴ്ചയല്ല, മറിച്ച് നമുക്ക് വെളിച്ചം നൽകാനുള്ള വെളിച്ചത്തിന്റെ പരമപ്രകാശത്തിൽ നിന്നും വരുന്നതാണ്. അപ്പം സൂര്യനൊരു കണ്ണുണ്ട്. സൂര്യസ്യ സൂര്യ, സൂര്യന്റെയും സൂര്യൻ, ചന്ദ്രന്റെയും ചന്ദ്രൻ, താരകങ്ങളുടെയും താരകം, അങ്ങനെ ഇരിക്കുന്ന ആ പരമമായ പൊരുള് ഈശ്വരനാണ് ഇതിലൂടെയെല്ലാം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രതീകോപാസന എന്ന് പറയും. അവിടെ വിഗ്രഹമില്ല. കാരണം നമ്മളല്ല സൂര്യനെ സൃഷ്ടിച്ചത്. ഉപാസകൻ ഇഷ്ടമുള്ള രൂപത്തിലൊക്കെ ഈശ്വരൻ വരുമെന്നൊക്കെ നമ്മളുടെ ഭക്തി ആചാര്യന്മാർ പറയുന്നത് കേൾക്കാം. അതെങ്ങനെ സാധിക്കുമെന്നറിയില്ല. കാരണം ഈശ്വരന് രൂപം മാറാനാവില്ല. ഈശ്വരന് ഈശ്വരനായിട്ടിരിക്കാനേ പറ്റുള്ളൂ. അതേസമയം ഈശ്വരന് ചെയ്യാൻ പറ്റും. സൂര്യനിലൂടെ ഈശ്വരൻ അദ്ദേഹത്തിന്റെ തത്വത്തെ പ്രകടമാക്കുകയാണ് ചെയ്യുന്നത്. കാരണം ആദിത്യയെ ബ്രഹ്മദൃഷ്ടി ഉത്കർഷാത്, ബ്രഹ്മസൂത്രം പറയും, വേദാന്ത ദർശനം പറയും, ആദിത്യയെ ബ്രഹ്മദൃഷ്ടി ഉത്കർഷാത്. നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും മികച്ച സൃഷ്ടികളിലൊന്നാണ് ആദിത്യന്, സൂര്യൻ. ആ സൂര്യനിൽ ബ്രഹ്മത്തിന്റെ ദൃഷ്ടി ചെയ്യൂ. അപ്പൊ നിങ്ങൾക്ക് സൃഷ്ടിയിലൂടെ സൃഷ്ടികർത്താവിനെ കാണാം. സ്രഷ്ടാവ് സൃഷ്ടിയിലൂടെ. അപ്പൊ നമ്മള് വിഗ്രഹങ്ങളും മറ്റുമൊക്കെ ഉണ്ടാക്കി വെച്ച് അതിനെ പരിചരിച്ചുകൊണ്ടിരുന്നാൽ ഏത് സൃഷ്ടാവിനെയാണ് കാണാൻ കഴിയുക? ആ വിഗ്രഹങ്ങളെ സൃഷ്ടിച്ച ആളുടെ തത്വവും അയാളുടെ ബോധവും മാത്രമേ ആ വിഗ്രഹങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതേസമയം പ്രപഞ്ചത്തെ വിഗ്രഹമാക്കിയാൽ, പ്രപഞ്ചത്തെ വേദമാക്കിയാൽ അതിന്റെ പിന്നിലുള്ള മൂല തത്വത്തെ, ജ്ഞാനത്തെ, വെളിച്ചത്തെ നമുക്ക് മെല്ലെ മെല്ലെ അറിയാൻ കഴിയും. അപ്പൊ പറഞ്ഞു വന്നത് ജ്യോതിഷാമയനം ചക്ഷു, ജ്യോതിസുകളുടെ സഞ്ചാരം. അതുകൊണ്ട് എന്ത് ചെയ്യാം? കാലവും ക്രിയയും നിങ്ങൾക്ക് അറിയാൻ കഴിയും. കാലമനുസരിച്ച് എങ്ങനെയാണ് ക്രിയ പൂർത്തിയാക്കേണ്ടത്, മുഹൂർത്താദികളെ അറിഞ്ഞുകൊണ്ട്, ഋതുവിനെ അറിഞ്ഞുകൊണ്ട്, ദിനങ്ങളെ അറിഞ്ഞുകൊണ്ട്, ദിനരാത്രങ്ങളെ അറിഞ്ഞുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും സൂര്യനോടും ചന്ദ്രനോടും ഒപ്പം യാത്ര ചെയ്ത് ബ്രഹ്മത്തിലെത്തുവാനും. അത് ഉപാസന ചെയ്യുന്നവർക്കറിയാം. ഉദ്വയം തമസസ്പരി സ്വഫ് പശ്യന്ത ഉത്തരം ദേവം ദേവത്രാ സൂര്യമഗന്മ ജ്യോതിരുത്തമം, സന്ധ്യാവന്ദനത്തിലെ മന്ത്രമാണ്. അപ്പൊ ഉത്തരജ്യോതിയെ കണ്ടുകൊണ്ട് ഉത്തമ ജ്യോതിയിലേക്കുള്ള യാത്രയ്ക്കാണ് ഇതിനിടയ്ക്ക് ഒരു സൗരലോകം ഉള്ളത്. അപ്പോൾ ഉത്തമ ജ്യോതിയിലേക്ക് നമുക്ക് പോകണം. ഇല്ലെങ്കിലോ നമുക്ക് കടലിലും വസിക്കാം. ദിവാകര ലോകത്തിൽ എത്തണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന തിമിംഗലം പോലെയുള്ള വലിയ ജീവജാലങ്ങളുടെ ഒരു വലിയ ആവാസ വ്യവസ്ഥ താഴെയുണ്ട്, അധോലോകങ്ങളിലുണ്ട്. അവിടെ നിന്ന് അവർ പ്രാർത്ഥിക്കുകയാണ്, എന്നെങ്കിലും ഞങ്ങളെ ദിവാകര ലോകത്തിലേക്ക് കൊണ്ടുവരണമേ. അങ്ങനെ പ്രാർത്ഥിച്ച് ഇവിടെ എത്തിയവരാണ് നമ്മൾ. പക്ഷെ നമുക്ക് അത് മറന്നുപോയി. ഒരു കരാറിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇവിടേക്ക് എത്തണം, നമ്മൾ ദിവാകര ലോകം അണയണം, അവിടുന്ന് ഞാൻ ഉത്തമ ജ്യോതിയിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതാണ് ഉദ്വയം തമസസ്പരി, തമസിനപ്പുറത്തേക്ക് പോവുക. എപ്പോഴും ആലോചിക്കേണ്ടതാണ്. അപ്പൊ തമസിനപ്പുറത്തേക്ക് പോവുക എന്നത് ജീവിത ലക്ഷ്യമാക്കി പ്രവർത്തിച്ചിരുന്ന ആളുകളായിരുന്നു ഋഷികള്. അവർ കോഡ് ചെയ്തതല്ല അത് തന്നെ. ഞാൻ അപ്പുറത്തേക്കുള്ള ഒന്നും അവർ കോഡ് ചെയ്തിട്ടില്ല. ഒന്നും. ഇനി അവർ പറയാത്ത കാഴ്ച നമുക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, അത് നമ്മളുടെ ആത്യന്തിക ഉത്കർഷത്തിന് ഉതകുന്നതല്ല, താത്കാലികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കും. അതൊക്കെ മനുഷ്യർ കണ്ടുപിടിച്ചോളൂ. ഓരോ കാലത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളും. അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. അപ്പൊ കാമം എന്ന് പറയുന്ന പുരുഷാർത്ഥത്തെ അവർ വലുതായിട്ടൊന്നും അവര് വിസ്തരിക്കാൻ പോയില്ല. ആകെപ്പാട് ഒരു കാമശാസ്ത്രം ആണ് ഋഷി പരമ്പരയിൽ നിന്ന് കിട്ടുന്നത്. കാമസൂത്രം, വാത്സ്യായനന്റെ കാമസൂത്രം. അത് തന്നെ അതിലെ മാസ്റ്റർ പീസാണ്. കാമം എന്ന പുരുഷാർത്ഥത്തിൽ അതിനെ വെല്ലാൻ ഒരു ഗ്രന്ഥം ലോകത്തെങ്ങുമില്ല. അപ്പൊ ഋഷികൾ അത് ചെയ്യാവുന്ന ഇരുന്നിട്ടില്ല, ചെയ്തിട്ടുണ്ട്. 7 അധികരണങ്ങളിലാണ് അത് വിസ്തരിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പോകുന്നു. പറഞ്ഞത് വേദ അംഗത്തിന്റെ അവസ്ഥ ഇതാണ്. ഇനി നമ്മുടെ ചർച്ചയോടെ ന്യായം ഉപാംഗമാണത്. ഉപാംഗം. അപ്പൊ അംഗമുണ്ട് എങ്കിൽ, അംഗം എന്ന് വെച്ചാൽ ശരീരത്തിന്റെ സംസ്ഥാനം, ആ മൂലഭാഗം ഉണ്ടല്ലോ, കൈയും കാലും ഒന്ന് നീക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഭാഗം, ലിംബ് എന്നല്ലേ പറയുന്നത്. കൈയും കാലും നീക്കിക്കഴിഞ്ഞാൽ പിന്നെ കാണുന്ന ഉടല് എന്ന് പറയുന്ന ആ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അതിനുള്ളിലാണല്ലോ, അതിനെ ബോഡി എന്നാണല്ലോ പറയുന്നത്. ബോഡി, നമ്മുടെ ഭാഷയിൽ പൊതി, പൊതി എന്ന് പറയുന്ന ശബ്ദമാണ് ബോഡി ആയത്. ഒരു പൊതിയാണ്, കോശമാണ്, എന്തോ ഒന്ന് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പം അകത്ത് ആന്തരാവയവങ്ങൾ, അതിനുള്ളിൽ പല പല വ്യവസ്ഥകളൊക്കെ ചേർന്ന് അങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിനാ പൊതിയാണ് ഈ ബോഡി എന്ന് പറയുന്നത്.
അപ്പൊ എന്തായാലും ആ പൊതിക്കുള്ളിൽ ഇരിക്കുന്ന സാമഗ്രി, അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? പുരുഷനെന്ന് പറഞ്ഞത്. അതിന്റെ അവയവമായിട്ട് ഇപ്പം മുഖ്യ അവയവങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. കാരണം എന്താണ്? ജ്ഞാനവ്യവസ്ഥയാണ് ഇപ്പൊ ഇത്രയും സംസാരിച്ചത്. ഇനിയുമുണ്ട് വ്യവസ്ഥകൾ വേറെ. അപ്പൊ അവിടെ പ്രധാനപ്പെട്ട ഏതാണ്? നേരത്തെ പറഞ്ഞ പോലെ കൈകളാണ്. അപ്പം കൈ അംഗമാണ് എങ്കിൽ ഇതെന്താണ്? ഉപാംഗമാണ്, വിരലുകൾ. കാരണം പ്രവർത്തിക്കുന്നത് എപ്പോഴും നമ്മൾ ലോകമായിട്ട് ബന്ധപ്പെടുന്നത് വിരലുകൾ വഴി, കൈ വഴിയല്ല. കൈ എന്ന് പറയുമ്പോഴും ബന്ധപ്പെടുന്നത് വിരൽ വഴിയാണ്. അപ്പോൾ വേദം, നേരത്തെ പറഞ്ഞ വേദവിദ്യ അല്ലെ വേദമനുഷ്യൻ, അവൻ പ്രവർത്തിക്കുന്നത് ലോകത്തോട് ബന്ധപ്പെടുമ്പോൾ 6 ദൃഷ്ടികൾ വേണം. 6 ദൃഷ്ടികൾ. ആ 6 ദൃഷ്ടികളാണ് ദർശനങ്ങൾ പറയുന്നത്. ഉപാംഗങ്ങളാണ് അവ. ഉപ അംഗങ്ങൾ വിരലുകൾക്ക്, കൈകളിലെ വിരലുകൾക്ക് തുല്യമാണ്. ഒരു പക്ഷേ കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ കൽപ്പശാസ്ത്രത്തിന്റെ, കൽപ്പം എന്ന് പറയുന്നത് കരമാണെന്ന് പറഞ്ഞല്ലോ, 2 കരങ്ങളെയും ബലപ്പെടുത്തുന്നതാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മളുടെ ക്രിയാത്മക ജീവിതത്തെ, ജ്ഞാനാത്മകവും ക്രിയാത്മകവുമായ ജീവിതത്തിന്റെ ഏകോപനം, നമുക്ക് 2 ധാരകളുള്ളത്. ജ്ഞാനധാരയുണ്ട് ചിന്തയ്ക്ക്, അല്ലെ? ജ്ഞാനാത്മകമുണ്ട്, ക്രിയാത്മകമുണ്ട്. 2 വശങ്ങളുണ്ട്. അറിയുക, അനുശീലിക്കുക, അല്ലെ? എത്ര അറിഞ്ഞോ അത്രയും അത് അനുശീലനത്തിലേക്ക് വരണം. അതാണ് നിയമം. അപ്പം അവബോധം, അനുഷ്ഠാനം, അവയർനെസ് ആൻഡ് ആപ്ലിക്കേഷൻ, ഈ 2 ദ്വന്ദ്വങ്ങളുണ്ട്. ആ ദ്വന്ദ്വങ്ങളെ ഏറ്റവും കൃത്യമായിട്ട് പറയുന്നത് ആരാണ്? ഇന്ദ്രിയങ്ങളാണ്. ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്, കർമ്മേന്ദ്രിയങ്ങളുണ്ട്. എന്തിനാണ് 2 ഇന്ദ്രിയങ്ങൾ? അപ്പൊ നമ്മളുടെ സാധന വ്യവസ്ഥയിൽ ജ്ഞാനവും കർമ്മവും ഉണ്ട്. അപ്പൊ ഈ ജ്ഞാനവും കർമ്മവും തമ്മിൽ ചേരില്ല, ഇത് 2 ചേരിയാണ് എന്ന് പറയാനാണ് മധ്യകാലം തൊട്ടുള്ള ആചാര്യന്മാരുടെ എല്ലാം വാശിയാണ്. ശങ്കരാചാര്യരുടെ ഉൾപ്പെടെയുള്ള പരമ്പരയിൽ ഇത്രയും വാശി വേറെ ഒരു വിഷയത്തിൽ അവർ കാണിച്ചിട്ടില്ല. അവരുടെ ഏറ്റവും വലിയ വാശി ജ്ഞാനവും കർമ്മവും ചേരില്ല, ഇത് പറയാൻ വേണ്ടിയാണ്. ഉപനിഷത്ത് സാക്ഷാത് പറയും, ജ്ഞാന കർമ്മണി സമന്വാരഭേദേ, വിദ്യാകർമ്മണി സമന്വാരഭേദേ. ദ്വിവചനത്തിലാണ് പ്രയോഗം. വിദ്യയും കർമ്മവും, ജ്ഞാനവും കർമ്മവും ഒരുമിച്ചേ ആരംഭിക്കുകയുള്ളൂ, ഒരുമിച്ചേ പോവുകയുള്ളൂ. ഒറ്റ ക്രമം എന്താണ്? കാലുകളെ പോലെയാണ്, മുൻപിൻ. കാൽ ഒരിക്കലും ഇങ്ങനെ നിന്നല്ല സഞ്ചരിക്കുന്നത്, മറിച്ച് ഇങ്ങനെയാണ് സഞ്ചരിക്കുന്നത്. ഒന്ന് മുന്നിൽ, ഒന്ന് പുറകിൽ, അല്ലെ? അങ്ങനെയല്ല കാലുകൾ പോകുന്നത്. അപ്പം വിദ്യ മുന്നിലാണ് എന്നെങ്കിൽ അറിയണം കർമ്മം പിറകിലുണ്ട്. കർമ്മം മുന്നിലാണ് എങ്കിൽ അറിയണം വിദ്യ പിറകിലുണ്ട്. എങ്കിലേ നടപ്പ് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇവ ഒരുമിച്ച്, സമാരംഭം ഒരുമിച്ചാണ്. അപ്പൊ അറിഞ്ഞുകൊണ്ട് അനുശീലിക്കുന്നു, അനുശീലിച്ചുകൊണ്ട് അറിയുന്നു. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാണ് എപ്പോഴും നമുക്ക് ഇന്ദ്രിയങ്ങളുടെ വ്യവസ്ഥയുള്ളത്. ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്, കർമ്മേന്ദ്രിയങ്ങളുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് 2 ചേർന്ന് 5 അവയുടെ ഈക്വൽ ആക്കിയവർ. നോക്കിയേ, 5 ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്, 5 കർമ്മേന്ദ്രിയങ്ങളുണ്ട്. അവ 2 മനുഷ്യരെ സംബന്ധിച്ച് തുല്യ പ്രാധാന്യമുള്ളവയാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ നാച്ചുറൽ സിസ്റ്റത്തെയാണ് വേദം മുന്നോട്ട് വെക്കുന്നത്. ഒരിക്കലും അൺനാച്ചുറലായ, ലോകത്തില്ലാത്തതൊന്നും വേദത്തിലില്ല. പക്ഷെ ലോകത്തെ നമ്മൾ കാണേണ്ടതുപോലെ അല്ല കാണേണ്ടത് എന്നതാണ് ഋഷികളുടെ ദൃഷ്ടി. നമ്മളതിനെ കാമപ്രസക്തിയോടുകൂടി നോക്കും. അപ്പൊ അതേ കിട്ടുകയുള്ളൂ. കാഴ്ചക്കാരന്റെ നോട്ടത്തിലാണ് കുഴപ്പമിരിക്കുന്നത്, കാഴ്ചയിലല്ല. നേരത്തെ അവരെങ്ങനെ കണ്ടോ ലോകത്തെ? ആദി ജ്ഞാനസ്രോതസ്സിൽ നിന്നുള്ള നിതാന്തമായ, ഒരിക്കലും എങ്ങും കാലത്തിലോ സ്ഥലത്തിലോ മുറിയാത്ത ആ ഗുരുസ്വരൂപത്തിൽ നിന്നുള്ള നിരന്തരമായ പ്രകാശത്തെയാണ് അവരെമ്പാടും കാണുന്നത്. ആ കാഴ്ചയിലിരുന്നുകൊണ്ടാണ് അവർ നമ്മളെയൊക്കെ കാണുന്നത്. അപ്പോഴവർക്ക് എന്തുണ്ടാകുന്നു? അനുകമ്പയുണ്ടാകുന്നു. അനുകമ്പ. അപ്പൊ അനുകമ്പയോടുകൂടിയാണ് അവർ അറിവുകളെ കുറിച്ച് വെച്ചത്. കളിപ്പിക്കലൊന്നുമില്ല അതിനകത്ത്, കാപട്യമൊന്നുമില്ല. അതാണ് യഥാ ഭൂത അർത്ഥ ചിഖ്യാപിഷയ പ്രവർത്തത ഇത് ആപ്ത. അവൻ ആപ്തനാണ്. അപ്പൊ നമ്മൾ ആപ്റ്റ് എന്ന് പറയത്തില്ല ഇംഗ്ലീഷിൽ, APT, ആപ്റ്റ്. കൊള്ളാം, അത് ഉചിതമാണ്. അത് അങ്ങനെ ആപ്ത പുരുഷന്മാരുണ്ട്. ഈ ആപ്ത പുരുഷന്മാരെയാണ് നമ്മൾ പ്രമാണമാക്കേണ്ടത്. അതുകൊണ്ട് എന്ത് പറയും? ന്യായദർശനത്തെയാണല്ലോ നമ്മൾ പരിചയപ്പെടുന്നത്. ആപ്തോപദേശ ശബ്ദ. ഈ ശബ്ദം എന്താണ്? ആപ്തന്റെ ഉപദേശമാണ് ശബ്ദം. ഓക്കെ. The words or verbal testimony from an apt person. Okay. The one who realized the efficient cause. ആ മൂലനിമിത്ത കാരണത്തെ കൃത്യമായിട്ട് അറിഞ്ഞത് ആരോ അവനെയാണ് ആപ്റ്റ് എന്ന് പറയുന്നത്. അതല്ലാത്ത ആളുകളെ ഒന്നും നമുക്ക് ആപ്റ്റ് എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് സയൻസ് എത്ര കണ്ട് കാലികമാണെങ്കിലും അത്
സാർവകാലികമല്ല, സനാതനമല്ല. കാരണം അതിലെന്തില്ല? ഈ പറയുന്ന പരമപ്രകാശത്തെ പറ്റിയുള്ള ബോധമില്ല. അതവിടെ നിൽക്കട്ടെ, അത് വേറെ വിഷയം. അപ്പൊ ഇങ്ങനെ നമ്മൾ ഉപാംഗങ്ങളിലേക്ക് വരികയാണ്. ആ ഉപാംഗങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ 6 ഉണ്ട്. അതിനെ നമുക്ക് ഒന്നുകൂടെ ചുരുക്കിയെടുക്കാൻ കഴിയുമോ? ചുരുക്കിയെടുക്കാൻ കഴിയും. 3ന്റെ ഈ 2 ജോഡി, അതായത് 3 ജോഡിയാക്കിയാൽ മതി. 2ന്റെ 3 കെട്ട്. പേരുകൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ന്യായം വൈശേഷികം, സാഖ്യം യോഗം, പൂർവമീമാംസ, ഉത്തരമീമാംസ, അല്ലെങ്കിൽ 2 മീമാംസകൾ. പൂർവോത്തര മീമാംസ, അതിനകത്ത് മധ്യം കൂടി ചേർന്നുകൊള്ളൂ. ആദ്യന്തം പറയുമ്പോൾ മധ്യം വരുമല്ലോ. അങ്ങനെ അതെന്തുകൊണ്ട്? നേരത്തെ താങ്കൾ പറഞ്ഞല്ലോ 3 മീമാംസയുണ്ട്, 3 കാണ്ഡം ഉള്ളത് കൊണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പൂർവ്വ ഉത്തര മീമാംസ ദർശനങ്ങളെ 2നെ പരിഗണിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ ആ മധ്യം പൂർവ്വത്തോടും ചേരും, ഉത്തരത്തോടും ചേരും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യന്തം എന്നല്ലേ പറയുക. ആദ്യന്തം എന്ന് പറയുമ്പോൾ എന്താണ്? മധ്യമുള്ള സ്വാഭാവികമായിട്ടും വരും. അപ്പൊ അങ്ങനെ 3ന്റെ ഈ 2 ജോഡികൾ. ഇനി അതെന്താണ് ഈ 2 ജോഡിയാക്കിയത്? എന്തിനാണ്? നമുക്ക് പ്രധാനമായി അറിവിന് വേണ്ട 3 പ്രമാണങ്ങളാണുള്ളത്. പ്രത്യക്ഷം, അനുമാനം, ശബ്ദം. പെർസെപ്ഷൻ, സെൻസറി പെർസെപ്ഷൻ, ഇൻഫെറൻസ് ആൻഡ് വെർബൽ ടെസ്റ്റിമണി. 3 പ്രമാണങ്ങൾ വേണം നമുക്ക് ശരിയായ അറിവുണ്ടാകുവാൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ അഗ്നിയുടെ തീയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ആത്മാവിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഈ 3 ചേർന്നാണ് നമ്മളെ കൃത്യമായിട്ടുള്ള അറിവിലേക്ക് നയിക്കുന്നത്. ആ കഴിഞ്ഞ ഉദാഹരണം വേണമെങ്കിൽ ഒന്നുകൂടെ ഓർക്കാം. തീയെ ആരോ പ്രത്യക്ഷത്തിൽ കണ്ടു. ആ ആൾ നമ്മളോട് പറഞ്ഞു അവിടെ തീ ഉണ്ടെന്ന്. നമുക്ക് ബോധ്യം വന്നില്ല. നമ്മൾ പക്ഷെ ഊഹിച്ചു, പുക കൊണ്ട് ഊഹിച്ചു. അപ്പം കാഴ്ച പ്രത്യക്ഷം, ഇന്ദ്രിയങ്ങളിലുള്ള കാഴ്ച. അതിനെ സംബന്ധിച്ച് നമുക്ക് ഉണ്ടാകുന്ന വ്യാപ്തിജ്ഞാനം. എവിടെയൊക്കെയാണോ തീ ഉള്ളത് അവിടെ പുകയുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പുക ഉള്ളിടത്തെല്ലാം തീ ഉണ്ടായേ മതിയാകും. മറ്റിടത്ത് സാധ്യതയുള്ളൂ. തീ ഉള്ളിടത്തൊക്കെ പുകയുണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. പക്ഷെ ഇവിടെ അതല്ല. പുകയുണ്ടോ തീ ഉണ്ടായിരുന്നേ മതിയാകും. അത് വ്യാപ്തിയാണ്. അപ്പം ഒരിടത്ത് കണ്ടത് മറ്റെവിടെയും അത് ബാധകമാണ്, എവിടെയും അത് സാധകമാണ് എന്ന് വരുമ്പോൾ അതെന്തായി? അനുമാനമായി. പിന്നെയോ അയാളെ നമ്മൾ വിശ്വസിച്ചല്ലോ. എന്തുകൊണ്ടാണ് വിശ്വസിച്ചത്? തീ കണ്ടിട്ടാണ് അയാൾ പറഞ്ഞത്. തീ കണ്ടു എന്ന് അയാൾ പറഞ്ഞത് സത്യമായിരുന്നു. ആ സത്യമാണ് നമ്മളെ ഈ അറിവിലേക്ക് നയിച്ചത്. അത് ശബ്ദപ്രമാണം. ഇനി നമ്മളും ആർക്ക് പറഞ്ഞു കൊടുക്കും? അവിടെ തീയുണ്ട് എന്ന് നമ്മൾ വീണ്ടും പറഞ്ഞു കൊടുക്കും. അപ്പൊ അങ്ങനെ അനുഭവത്തിലൂടെയും ഊഹത്തിലൂടെയും നിരന്തരമായി ആപ്തന്മാർ, നേരത്തെ പറഞ്ഞ ഏറ്റവും ആപ്റ്റ് പേഴ്സൺസ്, അവരെ മാത്രമേ സ്വീകരിക്കാവൂ. 2 പറയുന്നത്. 2 അവരുടെ ക്വാളിറ്റി, പ്രധാന ക്വാളിറ്റി. അവർ വലിയ അറിവുള്ളവരാണെന്നുള്ളതല്ല. യഥാഭൂതാർത്ഥ ചിഖ്യാപിഷയ. വീണ്ടും ആവർത്തിക്കുന്നതിന് കാരണമാകും. എന്താണോ കണ്ടത് അങ്ങനെ തന്നെ പറയുവാൻ കെൽപ്പുള്ള ആളുകൾ, അല്ലെങ്കിൽ സാമർഥ്യമുള്ള ആളുകൾ. പിന്നെയോ അനുകമ്പയാ പ്രവർത്തകർ. അനുകമ്പ വേണം. ഓക്കെ, എന്റെ കൂടെ അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവര്, എന്നെ പിന്തുടരുന്നവര്, അവരും ശരിയായ വഴിയിലേക്ക് പോകണം എന്ന അനുകമ്പാ ബുദ്ധി ഉണ്ടാവണം. അല്ലാതെ അവരോട് നമ്മൾ സ്നേഹം വാരിക്കോരി കൊടുക്കുന്നു, വാചാ കുറെ പ്രസംഗം നടത്തുന്നു, അതൊന്നുമല്ല. ശരിയായ അറിവ് പകർന്നു കൊടുത്താണ് അവരെ നയിക്കേണ്ടത് എന്ന ഉത്തമ ബോധ്യമുള്ള ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടേത് ശബ്ദപ്രമാണം. ഇങ്ങനെ 3 ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്ക്. പ്രത്യക്ഷമാണ് ആദ്യത്തെ 2 വേദ ഉപാംഗങ്ങളെ സാധ്യമാക്കുന്നത്. ന്യായം, വൈശേഷികം. പ്രത്യക്ഷത്തിൽ ഊന്നി പ്രത്യക്ഷത്തെ കൂടുതൽ വിസ്തരിച്ചു, ഇന്ദ്രിയങ്ങളുടെ പ്രത്യക്ഷത്തെ. അത് എവിടെയൊക്കെ പോകാമോ? അപ്പോൾ നമ്മൾ എല്ലാവരും ചേർന്ന് ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ, ആത്മാക്കള്, ജീവികള് പ്രത്യക്ഷം എന്ന് പറയുന്ന കണ്ണു തുടങ്ങിയുള്ള ഇന്ദ്രിയങ്ങളെ കൊണ്ട് എന്തൊക്കെയാണോ അറിയുന്നത് അതിന്റെ അടുക്കും ചിട്ടയോടും കൂടിയുള്ള ഋഷികളുടെ ദൃഷ്ടി അവതരിപ്പിക്കുന്നതാണ് ന്യായം, വൈശേഷികം. അപ്പം പ്രത്യക്ഷ പ്രമാണത്തെയാണ് അത് വിസ്തരിക്കുന്ന അർത്ഥം എന്ന് പറഞ്ഞ് ബാക്കിയുള്ളതിനെ നിഷേധിക്കുന്നത് അർത്ഥം എടുക്കണ്ട. പ്രത്യക്ഷത്തിന് പ്രാധാന്യം നൽകുന്നു. ഇനി അടുത്തത് വീണ്ടും 2 ദർശനങ്ങൾ. അടുത്ത സെറ്റ്, അടുത്ത ജോഡി, സാഖ്യവും യോഗവും. അവ മുഖ്യമാക്കുന്നത് അനുമാന പ്രമാണത്തെയാണ്. ഈ പ്രത്യക്ഷത്തിൽ കണ്ട കാര്യങ്ങളുണ്ടല്ലോ, അത് എവിടം വരെ നമുക്ക് ഊഹിച്ചു കൊണ്ടുപോകാൻ പറ്റും? പ്രകൃതി എന്നതിലേക്ക് വരെ എത്തിക്കുകയാണ്. പ്രകൃതിയുടെ ഘടകങ്ങൾ. അതുപോലെ പ്രകൃതി ഉണ്ട്. എന്താ കാരണം? ജഡവസ്തുക്കൾ, ഇനേർട്ടായിട്ടുള്ള ഓബ്ജക്റ്റുകൾ ഒരുപാടുണ്ട്. ഇച്ഛയില്ലാത്ത, നേരത്തെ പറഞ്ഞല്ലോ, ഇച്ഛ ആദിഭിരാത്മാ അനുമീയതേ. ഇച്ഛ തുടങ്ങിയുള്ള ഗുണങ്ങളുള്ളതുകൊണ്ട് ആത്മാവുണ്ട്. പക്ഷേ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ പദാർത്ഥങ്ങൾ, ഇപ്പൊ ഈ മൊബൈൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്.
അതിന് പ്രതികരണശേഷി ഉണ്ട് എങ്കിൽ ഒരുപക്ഷെ അത് കേട്ടിട്ട് മടുത്തിട്ട് അത് ചിലപ്പോൾ എന്ത് ചെയ്യും, പോയെന്ന് ഒരു സ്വതന്ത്രമായിട്ട്. ഇപ്പം അത് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. കാരണം അതിന് ഇച്ഛയില്ല. അപ്പം ഇച്ഛയില്ലാത്ത വസ്തുക്കളെ അവയുടെ വേറൊരു വലിയ ലോകമുണ്ട്. ആഗ്രഹമുള്ള വേറൊരു ലോകമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അനുമാനത്തിലൂടെ രണ്ട് വസ്തുക്കളിലേക്ക് അവ നമ്മെ നയിക്കുന്നു. ഏത് സാഖ്യവും യോഗവും, പ്രകൃതി പുരുഷൻ. അപ്പൊ അനുമാനത്തിന്റെ തത്വമായി. അപ്പൊ ആധുനിക സയൻസ് ഏതാണ്ട് ഇവിടെ തീർന്നു. ആധുനിക സയൻസിന് ഇത്രയേ ഉള്ളൂ. അതും അത്രയും ആഴത്തിലും വിസ്താരത്തിലും പോകുന്നുണ്ടോ എന്നുള്ള സംശയമാണ്. അതും മറ്റൊരു കാര്യം. നമ്മളതാണല്ലോ പരിശോധിച്ചു വരുന്നത്. അതിനുശേഷം ഇനിയുള്ളത് അടുത്ത ഏറ്റവും ഒടുവിലത്തേതായിട്ടുള്ള രണ്ട് ജോഡി മീമാംസം. അവ എന്ത് ചെയ്യുന്നു, നേരത്തെ പറഞ്ഞു ശബ്ദപ്രമാണത്തിന്റെ മൂല ആധാരമായ വേദവാക്യങ്ങൾ, വേദം തൊട്ട് ഉപനിഷത്ത് വരെയുള്ള ശ്രുതി അവയെ വിസ്തരിക്കുന്നു. സംശയമില്ലാത്ത അറിവിലേക്ക് നമ്മെ നയിക്കുവാൻ വേണ്ടി. അപ്പൊ ഈ അറിവെല്ലാം നേരത്തെ അനുഭവിച്ച് അവർ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അനുഭൂതി പ്രമാണം എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ആരൊക്കെയാണോ നേരിട്ട് അനുഭവിച്ച് അത് വിവരിച്ചത് അവരെയാണ് നമ്മൾ ഋഷികളെന്ന് പറയുന്നത്. അപ്പം ഋഷികളുടെ വാക്യങ്ങൾക്ക് സംശയമുണ്ടാവരുത്. കാലം ചെല്ലുന്തോറും സംശയം ഉണ്ടാവാൻ വഴിയുണ്ട്. നമ്മളുടെ പ്രജ്ഞ തകരാറിലാവുന്നതുകൊണ്ട് ഋഷിവാക്യങ്ങൾ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവാതെ കട്ടിയാണ് എന്ന് ഏറ്റവും ഹൃദയത്തിൽ നിന്ന് പറഞ്ഞിട്ടും നമുക്കത് മനസ്സിലാവാതെ പോകുന്ന ഒരു വൈക്ലഭ്യം ഉണ്ടാവും. അതിനെ നീക്കുവാൻ വേണ്ടി മീമാംസാശാസ്ത്രം വാക്യാർത്ഥ വിചാരമാണ് അവ ചെയ്യുന്നത്. അപ്പൊ ശബ്ദത്തെ സംബന്ധിച്ച്, ശബ്ദപ്രമാണത്തെ സംബന്ധിച്ച് അതിന്റെ വിസ്താരം ഋഷികൾ ചെയ്യുമ്പോൾ അത് മീമാംസയായി. വ്യക്തമായെന്ന് തോന്നുന്നു. ന്യായദർശനം പ്രത്യക്ഷമാണ്, വൈശേഷിക ദർശനവും അതിനോട് ചേർന്ന് പ്രത്യക്ഷമാണ്. പിന്നെയും വേണമെങ്കിൽ അതിനെ തിയറി പ്രാക്ടീസ് എന്നൊക്കെ പറയാം. ന്യായദർശനം കൂടുതൽ തിയറിറ്റിക്കലാണ്. അതിന്റെ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ വസ്തു ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു ലെവലാണ് വൈശേഷികത്തിലുള്ളത്. അതുപോലെ തന്നെ സാഖ്യം എന്ന് പറയുന്നത് കൂടുതൽ തിയറിറ്റിക്കലാണ്, യോഗം അതിന്റെ പ്രാക്ടീസാണ്. അതുപോലെ മീമാംസയെ സംബന്ധിച്ചും അങ്ങനെ നമുക്ക് കർമ്മ സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ പൂർവ്വമീമാംസയിലാണ്. അതിന്റെ കുറച്ചുകൂടി തിയറിറ്റിക്കലായിട്ടുള്ള ഭാഗം വേദാന്തത്തിലാണ്. ഇതെല്ലാം പരസ്പരം പൊരുത്തമുള്ളതാണ്. അതിന് പറയും നിരുക്തകാരൻ, യാസ്കനാണ് പറയുന്നത്. നിരുക്തത്തിൽ ഈ വിഷയം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ ഒന്നായിട്ടങ്ങ് പറഞ്ഞാൽ പോലെ, അദ്വൈതികൾ പറഞ്ഞാൽ എന്തിനാ ഒരുപാട് പറയുന്നത്, ഒന്നങ്ങ് പറഞ്ഞാൽ പോലെ. അദ്ദേഹം മറുപടി പറഞ്ഞു, ഉച്ചാവചേഷു അർത്ഥേഷു ഋഷീണാം മന്ത്രദൃഷ്ടയോ ഭവന്തി. ഋഷികളുടെ മന്ത്രദൃഷ്ടികൾ, മന്ത്രത്തെയാണല്ലോ അവർ കാണുന്നത്. നമ്മളെ എന്താണ് അവർ പരിചയപ്പെടുത്തുന്നത്? അവർ കണ്ട മന്ത്രമാണ്. മന്ത്രം എന്ന് പറയുന്നത് കോഡ് ചെയ്തിരിക്കുന്നത് വേണ്ട ജ്ഞാനം തന്നെയാണ്. സനാതനമായ അറിവ്, മാറ്റമില്ലാത്ത അറിവ്. നാം എന്ത് നേടിയാലാണോ നമ്മുടെ ദുഃഖമില്ലാതാകുന്നത്, അത് സുഖം ഉണ്ടാക്കി തരുന്ന അറിവുകൾ പലതുമുണ്ട്. അതവിടെ ഇരിക്കട്ടെ. സുഖവും ബാധയാവുന്നു. കാരണം കുറച്ച് കഴിയുമ്പോൾ ചെടിക്കുമല്ലോ. പഞ്ചസാര മധുരമുള്ളതെല്ലാം നല്ലതാണ്, കുറച്ച് കഴിയുമ്പോൾ ചെടിക്കുന്നു. അപ്പൊ അത് സുഖമുള്ളതല്ല. അപ്പൊ ദുഃഖം ഉണ്ടാക്കാത്ത ഒരു ലോകത്തെയാണ് അവരന്വേഷിച്ച് കണ്ടെത്തി തന്നത്. അവരന്വേഷിച്ചു കണ്ടെത്തി തന്നു, അതിനെ കോഡ് ചെയ്തു തന്നു. അതെങ്ങനെ? ഉച്ചാവചേഷു അർത്ഥേഷു, ചെറുതും വലുതുമായ അർത്ഥങ്ങൾ പറയാനുണ്ട് അവർക്ക്. പ്രത്യക്ഷം എന്ന് പറയുന്നത് ആദ്യ കോടിയാണ്. ആദ്യം അവരുടെ ലോകത്തിലേക്ക് കടക്കുവാൻ നമ്മൾ ഈ ചെറിയ കാഴ്ച, ഊനക്കണ്ണിലെ കാഴ്ച കൊണ്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അതിന് പുരാണങ്ങളും മറ്റും പറഞ്ഞാൽ തൃക്കണ്ണ്, മൂന്നാം കണ്ണ് തുറന്നേ പറ്റുള്ളൂ. ആ മൂന്നാം കണ്ണ് തുറക്കണമെന്നുണ്ടെങ്കിൽ അവർ സഞ്ചരിച്ച വഴിയിലൂടെ തന്നെ ഒന്ന് നടന്നു തുടങ്ങണം. അവർ കണ്ട കാഴ്ച ആദ്യം നമ്മൾ പരിചയപ്പെടണം. അതിനുവേണ്ടിയാണ് ന്യായദർശനം. അപ്പൊ ഋഷികളുടെ കാഴ്ച നമുക്ക് വേണ്ട എന്നതുകൊണ്ടാണ് ന്യായദർശനം ആരും പറയാത്തത്. ഇനി ന്യായദർശനം പറയാത്തതുകൊണ്ട് തന്നെ ബാക്കി ഒരു ദർശനവും ആരും പറഞ്ഞായിട്ട് നടിക്കണ്ട, നടക്കത്തില്ല. കാരണം അതെന്താണ്? ഫസ്റ്റ് എൻട്രിയാണ്. 2 എൻട്രിയാണ് നമുക്കിതിനകത്തുള്ളത്. നമുക്ക് 2 വഴിയിലൂടെ സഞ്ചരിക്കാം. പറഞ്ഞല്ലോ, ഞാൻ ആദ്യം തീ കണ്ടു, എന്നിട്ട് ഞാൻ മറ്റുള്ളവരെ ഉപദേശിക്കുന്നു. അല്ലെങ്കിലോ തീ കണ്ട ഒരാളുടെ വാക്ക് കേട്ടിട്ട് ഞാൻ തീയെ പോയി കാണുന്നു. 2 വഴി സാധ്യമാണ്, അല്ലേ? ഞാന് എന്റെ പൂർവ്വപുണ്യം കൊണ്ട് വേദത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുവാന് ശക്യതയോടുകൂടിയാണ് ഈ ജന്മത്തിൽ ഗുരുപസത്തി ചെയ്യുന്നത്. ഒരു 5-8 വയസ്സിനുള്ളിൽ തന്നെ ഗുരുകുലത്തിലെത്തിയിട്ട് വേദമന്ത്രങ്ങളെ അനുശീലിക്കുവാനുള്ള പാകതയോടുകൂടിയാണ് വരുന്നതെങ്കിൽ മീമാംസ നേരെ ചെയ്തു, കുഴപ്പമില്ല. അപ്പം എന്റെ എൻട്രി മീമാംസയിലൂടെയാണ്. ഇനി അതല്ല, സാധാരണ ലൗകിക ബുദ്ധിയിൽ വന്നിട്ട് ഗുരുപരമ്പരയുടെയും ഈശ്വരന്റെയും ഒക്കെ കടാക്ഷം കൊണ്ട് എന്റെ കർമ്മ പരിഭാഗം കൊണ്ട് ഞാൻ ഈ മാർഗത്തിലേക്ക് കാലെടുത്ത് കുത്തുന്നു.
അർജുനൻ പറഞ്ഞ അവസ്ഥയുണ്ടല്ലോ, ഗീതോപദേശം എല്ലാം കേട്ടതിന് ശേഷം ഇത് കൊള്ളാം, ഇത് ഗംഭീരം, ഇതെന്താണ് നീ ഇതുവരെ പറയാഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അല്ല, എന്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ യുദ്ധമൊക്കെ ഞാൻ ചെയ്തുകൊള്ളാം. അദ്ദേഹത്തിന്റെ മനോഭാവം അങ്ങനെയാണ്. എന്റെ ആ മടിയും ആലസ്യം എല്ലാം വിട്ടു. പക്ഷേ ഇതെന്തുകൊണ്ട് വൈകിപ്പോയി? ഇത്രയും ശുദ്ധമായ ജ്ഞാനം എന്തുകൊണ്ട് എനിക്ക് നിന്റെ സാമീപ്യം, എത്രയോ കാലം നീ എന്റെ കൂടെ ഉണ്ടായിരുന്നു, എനിക്കത് കിട്ടിയില്ലല്ലോ. ഇനി വൈകി കേട്ടു, ഇപ്പൊ ഈ യുദ്ധം നിമിത്തം ഞാൻ മരിച്ചു പോയേക്കാം, അല്ലേ? അല്ലെങ്കിൽ ഒരുപാട് പേരെ കൊന്നു എന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞാൻ ആ വഴിക്ക് പോയേക്കാം. എനിക്ക് പരമാവധി കിട്ടാവുന്നത് വീരമൃത്യോ അല്ലെങ്കിൽ വീരസ്വർഗവുമാണ്. അതിനപ്പുറത്തേക്കൊരു മോക്ഷം കിട്ടില്ല. അതെനിക്ക് ഉറപ്പാണ് നീ പറഞ്ഞതിൽ നിന്ന്. അപ്പം മോക്ഷം കിട്ടാതെ, നേരത്തെ പറഞ്ഞ ദുഃഖ വിമോചനം സാധിക്കാതെ ഞാൻ മൃതി അടയുകയാണെങ്കിൽ വലിയ നഷ്ടമായല്ലോ. അതിനെന്ത് പരിഹാരം? അപ്പോൾ ഭഗവാൻ പരമ്പരയിൽ നിന്നും നേരിട്ട് പരമ്പരയെ തൊട്ടുകൊണ്ട് പറയുന്നു, സ്വൽപ്പമത്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. നീ വിഷമിക്കണ്ട, ഈ ധർമ്മത്തിന്റെ അല്പമായ അനുശീലനം പോലും വലിയ ഭയത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തിക്കൊള്ളും. അപ്പൊ നീ എന്ത് ചെയ്യും? മികച്ച ഋഷികുലങ്ങളുണ്ട്, അത് ഇവിടെ മാത്രമല്ലല്ലോ, അവിടെയൊക്കെ നിന്റെ ജന്മം ഉണ്ടാവും. ഈ ജന്മത്തിൽ സഫലമായ പ്രയത്നം ചെയ്ത ഒരാള് അടുത്ത ജന്മം മോക്ഷ ഉപയോഗിയായ ഒരു ജീവിതത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കും. അതിനുവേണ്ടിയാണ് ഈ ധർമ്മത്തിന്റെ അല്പമായ അനുശീലനം പോലും, ചെറിയ തോതിലാണെങ്കിൽ പോലും, അല്ലെ? അപ്പൊ അങ്ങനെ വരുന്ന രണ്ടാം ഗ്രേഡിൽ വരുന്ന ആളുകളാണ് ന്യായത്തിലൂടെ പ്രവേശിക്കേണ്ടത്. ഇങ്ങനെ രണ്ടാണ് നമ്മുടെ ഗേറ്റ് വേസ്. അപ്പൊ ഇപ്പം മനസ്സിലായാലും ഇത് എന്തുകൊണ്ടില്ലെന്നുള്ള കാര്യം. ശരി, നല്ല ചോദ്യം. വേദ പഠനം പറഞ്ഞു. നമ്മുടെ വിശ്വാസം പരമ്പര വിശ്വാസത്തിൽ ആണല്ലോ പോകുന്നത്. ഇന്നയാളാണ്, അതങ്ങനെ തന്നെ പറയണം. കാരണം ലൗകികമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അച്ഛൻ, അമ്മ, അമ്മുമ്മ, അപ്പൂപ്പൻ, അവർക്ക് മുമ്പുള്ള ആളുകൾ, ഇവരൊക്കെ ഉണ്ടെന്നുള്ളത് വിശ്വാസമാണ്. നമുക്കത് തെളിയിക്കാൻ വേണ്ടി ഈ പറഞ്ഞ ഒരു പ്രമാണവുമില്ല. വിശ്വാസമാണ്. ജീവിച്ചിരിക്കുന്ന അച്ഛനും അമ്മയും നമ്മുടെ അച്ഛനും അമ്മയാണ് എന്നതുപോലും വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. അവരുടെ വിശ്വാസമാണ് നമ്മളുടെ പിതൃത്വത്തിനും മാതൃത്വത്തിനും നിമിത്തമാകുന്നത്. അവര് ആരെങ്കിലും എന്തെങ്കിലും വിശ്വാസവഞ്ചന ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പിതൃത്വവും മാതൃത്വവും ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെയല്ലേ? അപ്പം വിശ്വാസമാണ് പ്രമാണം. അതുകൊണ്ടാണ് വിശ്വാസം അതല്ലേ എല്ലാം എന്ന ആ പോപ്പുലർ നോഷൻ വരാൻ കാരണം. പിന്നെ അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു സംഹിത മൂല വേദ മന്ത്ര പാഠം പരമ്പര അനുശീലിച്ചു വരുന്ന അത് ഇന്ന് എന്നതുപോലെ എന്നും നിലനിൽക്കുന്നുണ്ട്. അതിന് മാറ്റമില്ല. അപൗരുഷയമാണ്, അത് അനന്തമാണ്, അതിന് നാശമില്ല. അതിലേക്ക് നമ്മൾ എത്താത്ത കുഴപ്പം മാത്രമേ ഉള്ളൂ. അതവിടെ സ്ഥായിയായിട്ടുണ്ട്. എങ്ങനെ? സൂര്യനെ പോലെ, ചന്ദ്രനെ പോലെ പ്രപഞ്ചത്തിലെ സ്ഥായിയായിട്ടുള്ള മറ്റെന്തൊക്കെയാണോ ജീവിതത്തിന്റെ മാർഗദർശകങ്ങൾ, അതുപോലെ ഇതും അവിടെയുണ്ട്. ജലമുണ്ട് ദാഹം മാറ്റുവാൻ ശരീരത്തിന്റെ, ആത്മാവിന്റെ ദാഹം നീക്കുവാന് വേദമാകുന്ന ജലം ഉണ്ട്. കാരണം ഇല്ലെങ്കിൽ സൃഷ്ടിക്ക് ന്യൂനത വരും. കാണാൻ കണ്ണ് കിട്ടി, കാഴ്ച പുറത്തുണ്ട്, അത് കാണേണ്ടതുണ്ട്, അതിന് കണ്ണ് തന്നു. ശബ്ദമുണ്ട്, അതിന് ചെവി കിട്ടി, അല്ലേ? എന്നതുപോലെ നമുക്ക് സംസാരിക്കുവാൻ നാക്ക് തന്നു, പക്ഷെ ഭാഷ തന്നില്ല. ബുദ്ധി എന്ന് പറഞ്ഞ മറ്റൊരു ഇന്ദ്രിയമുണ്ട്, അതിനെപ്പോഴും എന്ത് വേണം? ജ്ഞാനം വേണം. അതിനും വിഷയം കിട്ടിയില്ല. അപ്പൊ എത്ര കർമ്മേന്ദ്രിയങ്ങളും എത്ര ജ്ഞാനേന്ദ്രിയങ്ങളും ഉണ്ടോ അതിനെല്ലാം വിഷയമുണ്ട്. വിഷയമില്ലാത്തത് ബുദ്ധിക്കും നാവിനുമാണ്, ജിഹ്വയ്ക്കുമാണ്. അപ്പോൾ അവിടെ എന്തൊരു പ്രശ്നമുണ്ട്, അല്ലേ? സൃഷ്ടി ന്യൂനമായി. ഡാർവിൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കൊന്നും ഇതൊന്നും ഒരു ചിന്താ വിഷയമല്ല. കാരണം അവർ സ്വന്തം ശരീരത്തെ നോക്കുന്നില്ല, അവർ പരീക്ഷണത്തിലാണ് എപ്പോഴും.
സ്വന്തം ശരീരത്തിലുള്ള ഈ വൈരുദ്ധ്യം പരിഹരിച്ചിട്ട് വേണ്ടേ പുറത്തോട്ട് പോകാൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സയൻസിനെ ചോദ്യം ചെയ്യുന്നത്. സയൻസിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രമാണങ്ങൾക്ക് തന്നെ വലിയ കേടുകളുണ്ട്, അവർ ശ്രദ്ധിക്കാത്ത പോകുന്ന വളരെ ലളിതമായ കാര്യങ്ങളുണ്ട് എന്നത്. അപ്പോൾ ഈ ഒരു വിഷയം പരിഹരിക്കണമെങ്കിൽ വേദഭാഷ വേണം. അറിവിനും സംസാരത്തിനും ഒരുപോലെ പറ്റുന്നു. അപ്പോൾ അതിന്റെ കുഴപ്പം എന്താണ്? ഇപ്പം എന്തിനാണത് പറയുന്നത്? അതൊരു ആദർശമല്ലേ? അല്ല. ജലം ഇവിടെ ഉണ്ട്, നമുക്കതിനെ ജീരക വെള്ളമാക്കാം, കൊക്കക്കോളയാക്കാം, എന്തുവാക്കാം. ജലം വേണം. ആ ജലത്തിന്റെ ഒരു തുള്ളി പോലും ഉണ്ടാക്കുവാൻ നമുക്ക് കഴിയില്ല. നമുക്കറിയാം H2O ആണ് എന്ന്, പക്ഷെ അതുണ്ടാകത്തില്ല. ഹൈഡ്രജനും ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്, ഓക്സിജനും ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്, പക്ഷെ ജലം കിട്ടില്ല, ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അതെല്ലാം നിർമ്മിത വ്യവസ്ഥയാണ്, എന്ന് വെച്ചാൽ സൃഷ്ടിയാണ്. അതിനെയാണ് നമ്മൾ പൂർവികർ സൃഷ്ടി, സ്വർഗം എന്ന് പറയുന്നത്. അതിനെ ആൾട്രേഷൻ സാധിക്കില്ല. അതുപോലെയല്ലേ കാഴ്ചയ്ക്ക് സൂര്യൻ ഉൾപ്പെടെയുള്ള എല്ലാ വ്യവസ്ഥയും. എന്നതുപോലെ പ്രകൃതിയുടെ ഭാഗമായിട്ട് ഇന്ദ്രിയങ്ങളുടെ വ്യവസ്ഥ പ്രകൃതിയുടെ ഭാഗമാണ് എങ്കിൽ നമ്മൾ ഉണ്ടാക്കിയതല്ല നാവ്, നമ്മൾ ഉണ്ടാക്കിയതല്ല ബുദ്ധി. വളരെ പ്രധാനപ്പെട്ടതാണത്. മനുഷ്യനെ മനുഷ്യനാക്കുന്ന രണ്ട് പ്രധാന ഘടകങ്ങളാണ് മനസ്സും വാക്കും. ബാക്കിയെല്ലാം എല്ലാവർക്കും ഉണ്ട്. ഇനി അതുണ്ടെങ്കിൽ എന്ത് ചെയ്യത്തുള്ളൂ? ഈ കൈ എന്ന് പറയുന്ന സംഗതി പ്രവർത്തിക്കുകയുള്ളൂ. അപ്പൊ ഇതെല്ലാം തമ്മിൽ കൃത്യമായിട്ടുള്ള ബന്ധമുണ്ട്, പ്രാകൃതിക ബന്ധമുണ്ട്, നാച്ചുറൽ ഇന്നേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ അത് പുറത്തുനിന്ന് കടമെടുത്ത് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ സൂര്യൻ പ്രകൃതിയുടെ ഭാഗമായിട്ടുണ്ട് എങ്കിൽ വേദവും പ്രകൃതിയുടെ ഭാഗമായിട്ടുണ്ടായാൽ മതിയാവും. നിങ്ങളതിനെ എന്തു വേണം വിളിച്ചു, പക്ഷെ ആ സംഗതി ഉണ്ടാവണം, ഭാഷ ഉണ്ടാവണം, അതിലൂടെ പ്രകടമാകുന്ന ശുദ്ധ പ്രാകൃതിക ജ്ഞാനം ഉണ്ടാവണം. അപ്പൊ അങ്ങനെയുള്ളൊരു വ്യവസ്ഥ അവിടെ നിൽക്കുകയാണ്. ആ ചോദ്യം ഒന്നുകൂടെ പറഞ്ഞ് അതിലേക്ക് കണക്ട് ചെയ്യാം, സൂചിപ്പിച്ചാൽ മതി, അകന്നു പോകാതിരിക്കാൻ വേണ്ടി. കിട്ടി. അപ്പൊ ഇത് ഒരു 12,000 അക്ഷര കൂട്ടൊക്കെ പറഞ്ഞിട്ട് അത്രയും സംഖ്യയുള്ള പ്രാജാപത്യ വേദം എന്ന് പറയും. ഈ വേദത്തിന് 4 അംശങ്ങളുണ്ട്, അതറിയാമല്ലോ. ഋക്ക്, യജുസ്, സാമം, അഥർവം. അപ്പൊ നേരത്തെ ഈ വേദമെല്ലാം ഒന്നായിരുന്നു, അതിനെ വ്യാസൻ വിഭജിച്ചു എന്നൊക്കെ പറഞ്ഞത് അത് വെറുതെ പറയുന്നതാണ്. വേദം എന്നും 4ആയിട്ട് തന്നെ ഇരിക്കും. 4 കലർന്നപ്പോൾ അദ്ദേഹം വീണ്ടും മഹാഭാരത യുദ്ധകാലത്ത് ഇതെല്ലാം കലർന്നു പോകുന്നൊരവസ്ഥ വന്നു. അപ്പോൾ അദ്ദേഹം വീണ്ടും അതിന്റെ പരിധിയെല്ലാം പഴയതുപോലെ തന്നെ വിസ്തരിച്ചു തന്നു. ആ വ്യാസവും സമാസവും ഒക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലേ, വ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ വ്യസിക്കൽ എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ജ്ഞാനപരമായ ജ്ഞാനത്തെ മുൻനിർത്തിയുള്ള മന്ത്രങ്ങളാണ് ഋക്കിലുള്ളത്, കർമ്മത്തെ മുൻനിർത്തിയുള്ളതാണ് യജുസിലുള്ളത്, ഉപാസനയെ ഭക്തിയെ മുൻനിർത്തിയുള്ളതാണ് സാമത്തിലുള്ളത്. ഇതെല്ലാം ചേരുന്ന പരിരക്ഷ എന്ന് പറഞ്ഞ രക്ഷാത്മകമായിട്ടുള്ള വ്യവസ്ഥ, വിജ്ഞാനം, അപ്ലൈഡ് സയൻസ്, അപ്ലൈഡ് നോളജ് ആണ്, നോളജ് സിസ്റ്റമാണ് അഥർവം എന്ന് പറയുന്നത്. അപ്പൊ ഇത് 4 വേണ്ടേ? ഇത് എവിടെയെങ്കിലും കൂടിക്കലർന്നിരുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് അതിന്റെ അതിർവരമ്പുകൾ അറിയണം. പക്ഷെ ഈശ്വരന്റെ യുക്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്താ ചെയ്യുന്നത്? നമുക്ക് ജലം കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ദാഹം മാറ്റാൻ ജലം വേണം. തണുപ്പ് വരുമ്പോഴോ അതേ സംഗതി കൊണ്ട് തന്നെ ചൂടും മാറ്റും, അല്ല തണുപ്പ് മാറ്റും. തണുപ്പുണ്ടാക്കുന്നത് ജലം. ചൂടുവെള്ളമാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് കുളിച്ച് സുന്ദരമായിട്ട് പോകാൻ കഴിയും. കഫത്തെ ഉണ്ടാക്കുന്നത് ജലം, അഗ്നിയോട് ചേർത്ത് കഴിഞ്ഞാൽ കഫത്തെ നീക്കിത്തരുവത്. അപ്പോൾ ഒരേ സാമഗ്രി കൊണ്ട് തന്നെ അനവധി കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് പ്രകൃതിയുടെ നയം. കാരണം പ്രകൃതിയിൽ നമ്മളുടെ ആവശ്യങ്ങൾ അനന്തമാണ്. ജീവികൾ എന്ന നിലയിൽ അല്ലേ, ലക്ഷക്കണക്കിന് സ്പീഷീസാണ് നമ്മൾ. നമുക്കെല്ലാം ഓരോ ആവശ്യങ്ങളുണ്ട്. പക്ഷെ ഇവർക്കെല്ലാം പറ്റുന്ന ഒരു കോമൺ ഫോർമാറ്റ് ഉണ്ടാക്കുക എന്നതാണ് ഒരു എന്താണ് നിയന്താവായ ഒരു സൃഷ്ടികർത്താവിന്റെ മിടുക്ക്. സർവങ്കരത്വം എന്നൊക്കെ നമ്മൾ, സർവജ്ഞത, ഓംനി പൊട്ടൻസി എന്നൊക്കെ പറഞ്ഞതാണ്. കാരണം അതേ മിടുക്കനാണ് നമ്മൾ കാണാൻ കഴിയുന്നു. ആ ജലം എന്ന് പറഞ്ഞ ഫോർമാറ്റിലൂടെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്. ഉപ്പുള്ളവാക്കി കഴിഞ്ഞാൽ തൊണ്ടയ്ക്ക് നമ്മൾ ഗാർഗിൾ ചെയ്യുന്നു. അതിനേക്കാൾ മികച്ച ഒരു ഔഷധം തൊണ്ടയ്ക്കില്ല. എന്തൊക്കെ മരുന്ന് ചെയ്തു, ഉപ്പുള്ള എടുക്കുന്ന ഒരു സുഖവും സൗകര്യവും ഇല്ല. ജസ്റ്റ് ഉപ്പൊന്ന് ചേർത്താൽ മതി. അതിന്റെ പ്രാരൂപം എവിടെ വെച്ചിട്ടുണ്ട്? സമുദ്രം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ജീവജാലങ്ങൾ എവിടെ നിന്നാണോ പുറപ്പെട്ടു വരുന്നത് അവർക്ക് മേഘത്തിലൂടെ മഴ നൽകുന്നതും ആരാണ്? അതേ സമുദ്രമാണ്. അപ്പൊ ഈ ഒരു വമ്പിച്ച വിജ്ഞാന വ്യവസ്ഥ അവിടെ വെച്ചിരിക്കുകയാണല്ലോ, സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. ഇതുപോലെ അപ്പൊ ജ്ഞാനത്തിന് വേണ്ടി, കർമ്മത്തിന് വേണ്ടി എല്ലാം പ്രത്യേകം മന്ത്രങ്ങൾ എപ്പോഴും വേണമെന്നുണ്ടോ? ഇല്ല. പൊതുവായി ഇതിനെല്ലാം വേണ്ട. അപ്പം സമാനോ മന്ത്ര, നമ്മള് ഒടുവിലത്തെ ഋഗ്വേദത്തിന്റെ സംഘടന സൂക്തം അല്ലെങ്കിൽ ഐകമത്യ സൂക്തം എന്ന് പറയുമല്ലോ, സംഗച്ഛത്വം.
അതിലൊരു പ്രയോഗമാണ് സമാനോ മന്ത്രം. അപ്പോൾ ഋഷികൾ അന്വേഷിച്ചു. ഭഗവാൻ പറഞ്ഞു അഭിമന്ത്രയെ. അവസാനത്തേതിൽ പറഞ്ഞു ഞാൻ അഭിമന്ത്രണം ചെയ്യുന്നു, നിങ്ങളെ ലാക്കാക്കി, നിങ്ങളെ ഞാൻ നോക്കുന്നു, നിങ്ങൾ എന്നെ നോക്കുന്നു എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഉപദേശിക്കുന്നു. അഭിമന്ത്രയെ, അത് എന്താണ് പ്രത്യേകം? ഉത്തമ പുരുഷ ഏകവചനം. അഭിമന്ത്രയെ ആത്മനേപതി. ഓക്കെ, അപ്പം ഏകവചനം, ഒറ്റയാളെ സംസാരിക്കുന്നുള്ളൂ. അയാൾ ഉത്തമ പുരുഷനാണ്, അതായത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലറിലാണ് സംസാരിക്കുന്നത്. എന്നുള്ള സമാനോ മന്ത്രം, ഞാനൊരു സമാന മന്ത്രത്തെ നിബന്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഋഷികൾ അന്വേഷിക്കുന്നു. സ്വാഭാവികമായിട്ടും അന്വേഷിച്ചപ്പോൾ അവർക്ക് കിട്ടി. അതിനെയാണ് അവർ ഗുരുമന്ത്രം എന്ന് പറഞ്ഞ് നമുക്ക് ഉപദേശിച്ചത്. നമ്മൾ അന്വേഷിച്ചാൽ കിട്ടത്തില്ല. അതാണ് ഗായത്രി. 4 വേദത്തിലും ഗായത്രി ഉണ്ട്. ഗായത്രി അങ്ങനെ തന്നെ സാക്ഷാത് ആ രൂപത്തിൽ 3 വേദങ്ങളിലുണ്ട്. അതിന്റെ സ്തുതി പറയുന്നു. ഏതാ? സ്തുത മയ വരദ വേദമാത പ്രചോദയന്താം എന്ന് പറയുന്ന അഥർവത്തില് ഗായത്രിയുടെയാണ് സ്തുതി. ഗായത്രി സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഗായത്രി എന്ന് പറയുന്ന സവിതൃ ഗായത്രി. ഗായത്രി എന്ന് വെച്ചാൽ ഒരു ഛന്ദസ്സാണ്. അതിൽ സവിതാവിനെ വിഷയമാക്കിക്കൊണ്ട് സവിതൃദേവതാകമായ ഗായത്രി മന്ത്രമാണ് സമാന മന്ത്രം. സവിത അർത്ഥം പറയും സർവസ്യ പ്രസവിത, എല്ലാറ്റിനെയും പ്രസവിച്ചവൻ. അപ്പൊ പിന്നീട് വരുന്ന സൃഷ്ടികളുടെ എല്ലാം ആദിമൂലം എന്ത്? അതാണ്. ഇനി അയാൾ സൃഷ്ടിച്ചിട്ട് എവിടെയെങ്കിലും പോയിരിക്കുകയാണോ? ദൂരെ നിന്ന് മേഘങ്ങൾക്കിടയിലൂടെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഒളിയായും മിന്നലായും സ്നേഹിച്ചും ഭയപ്പെടുത്തിയും ഒക്കെ അങ്ങനെ മാറി നിൽക്കുകയാണോ? അല്ല. സൂഞ്ഞ് പ്രേരണെ, സവിതൃ ശബ്ദത്തിന്റെ മറ്റൊരു അർത്ഥമാണ്. സൂഞ്ഞ് പ്രേരണെ, നിരന്തരമായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർഗം തെറ്റാതിരിക്കാനും വേണ്ടി നിരന്തരമായിട്ട് അന്തർയാമിയായിട്ട് മനസാക്ഷിയായിട്ട് അകത്തിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ കേൾക്കത്തില്ല. മനസാക്ഷി ആരാണ്? അന്ധകരണത്തിൽ പ്രതിബിംബിതമാകുന്ന ഈശ്വരന്റെ സാക്ഷാത് ചൈതന്യമാണ് നമ്മൾ മനസാക്ഷി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ കേൾക്കാതെ കുറച്ച് കഴിയുമ്പോൾ അതെന്താവുന്നു? നമുക്ക് കിട്ടാതെ വരും. അതിൽ നിന്നുള്ള ഗൈഡ്ലൈൻസ് കിട്ടാതെ വരും. അപ്പോൾ അദ്ദേഹം പ്രകൃതിയാവുന്ന കാവ്യം തീർത്തു. വേദകാവ്യത്തിലൂടെ എന്നേക്കുമായിട്ട് മനുഷ്യർക്ക് ആശയവിനിമയത്തിലുള്ള ഭാഷയും ബാക്കിയുള്ള വ്യവസ്ഥകളും തന്നു. ഒപ്പം സാധകരായിരിക്കുന്ന ശുദ്ധരായിരിക്കുന്നവരോട് ചേർന്ന് നിന്നുകൊണ്ട് അന്ധഃകരണ കാവ്യവും തീർക്കുന്നു. അവരുടെ അകത്ത് കവിത്വം നൽകുന്നു, ദാർശനികത നൽകുന്നു, ദർശനം, കവിത്വശക്തി നൽകിക്കൊണ്ടിരിക്കുന്നു. വേദം പറയും കവി ഈശാവാസ്യോപനിഷത്തിലെ മന്ത്രമുണ്ടല്ലോ, യജുർവേദത്തിലെ ഒടുവിലത്തെ 40-ാം അധ്യായത്തിലെ മന്ത്രമാണ്. ഈശ്വരന്റെ സ്വരൂപത്തെ വിവരിക്കുന്നത്. അപ്പൊ കവിർമനീഷി പരിഭൂ സ്വയംഭൂ എന്നൊക്കെ പറഞ്ഞത് കവിയാണ് അദ്ദേഹം. പറയുന്നു ദേവസ്യ നമ്മുടെ അഥർവ പറയും ദേവസ്യ പശ്യകാവ്യം നമാര ന ജീര്യതി. ദേവന്റെ ആ കാവ്യത്തെ നോക്കൂ, അതൊരിക്കലും മരിക്കുന്നില്ല, മരണമില്ലാത്ത കാവ്യമാണത്. ജരയും അതിനെ ബാധിക്കുന്നില്ല. അപ്പൊ ഒരിക്കലും അവിടെ നിന്നാണ് സനാതനം എന്ന് പറയുന്നൊരു ദർശനവും പദ്ധതിയും മതവും ഒക്കെ പൂർവികർ ഡെഡ്യൂസ് ചെയ്തെടുത്തത്. സനാതനം മാറ്റമില്ലാത്തതുകൊണ്ട് എപ്പോഴും നവമായിരിക്കുന്നത്. പുരാനവം ഭവതി, പഴയതാണ് പുതിയതുമാണ്. അതായത് നമുക്ക് പഴയതും പുതിയതും എപ്പോഴും ദ്വന്ദ്വമാണ്. ഋഷികൾക്ക് ദ്വന്ദ്വമില്ല. കാരണം അവരെപ്പോഴും വർത്തനത്തിലാണ്. നേരത്തെ പറഞ്ഞ ഒരേ പ്രകാശത്തെയാണ് അവർ അനുധാവനം ചെയ്യുന്നത്, പിൻപറ്റുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, സവിതാ ശബ്ദത്തിന്റെ അർത്ഥം മാറി. ഒരിടത്ത് അദ്ദേഹം ഉത്പാദകനാണ്, ഒരിടത്ത് അദ്ദേഹം പ്രേരകനാണ്. അപ്പൊ ഇത് ജ്ഞാനവ്യവസ്ഥയിലേക്ക് വരുമ്പോൾ അതിന്റെ അർത്ഥം വേറെ. ഗായത്രി മന്ത്രം 3 സ്ഥലത്തും ഉണ്ട്, 4 വേദത്തിലുണ്ട്. ഒരേ മന്ത്രമാണ്. ആ ഒരേ മന്ത്രം കൊണ്ട് നിങ്ങളുടെ കാര്യം നടത്തിക്കോ. ജലം കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും? ഈ ഒരേ മന്ത്രം. അപ്പം എല്ലാവരെയും ചേർത്ത് നിർത്തുവാന് ഒരു കോമൺ ബൈൻഡിങ് ഫോഴ്സ്. എന്നിട്ട് പറഞ്ഞു സമാനോ മന്ത്ര സമിതി. എന്തിനു വേണ്ടിയാണ്? കമ്മിറ്റി കൂടുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി. കമ്മിറ്റി, സമിതി. നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന, നിങ്ങൾക്ക് പരസ്പരം വിനിമയം ചെയ്യാൻ പറ്റുന്ന ഒരു മന്ത്രം വേണം. അതിനാണ് സമാന മന്ത്രം അവിടെ നിബന്ധിച്ചിരിക്കുന്നത്. പക്ഷേ ഋക്കിലെ ഗായത്രിയുടെ സവിതൃ ഗായത്രിയുടെ അർത്ഥമല്ല യജുസിലെ സവിതൃ ഗായത്രിയുടെ അർത്ഥം, അതല്ല സാമത്തിലെ. കാരണം എന്താണ്? ജ്ഞാനവേദമാണ് ഋക്ക്, കർമ്മവേദമാണ് യജുസ്, ഭക്തിവേദമാണ് സാമം. ആ അർത്ഥഭേദം ഉണ്ടാവും. അപ്പോൾ കുറെ പൊതു പാറ്റേൺ കാണാം. അപ്പൊ ഇവർ പറയും ദാണ്ട് വേദത്തിൽ 20,000 മന്ത്രമൊന്നുമില്ല, 20,000-ൽ പരം മന്ത്രമുണ്ട് എന്നാണ് വൈദികർ പറയുന്നത്. കാരണം 10,000-നടുത്ത് 10,555ഓളം ഋക്കുകളുണ്ട് അല്ലെ. 2,000-നടുത്ത് സാമത്തിലും യജുസിലും ഉണ്ട്. ബാക്കി 5,000-ന് മേലെ അഥർവത്തിൽ. അപ്പൊ അങ്ങനെ 20,000-ൽ പരം മന്ത്രങ്ങൾ. ഇതിലെല്ലാം റെപ്പറ്റേഷൻസ് ആണ് എന്ന് പറയും.
റെപ്പറ്റേഷൻസ് ആണ്, മുഴുവൻ റെപ്പറ്റേഷൻസ് ആണ്. ആകെപ്പാടെ കുറച്ച് മന്ത്രങ്ങൾ ഋക്കിലുണ്ട്, അത് ബാക്കി ആളുകളെല്ലാം കൂടെ ചേർന്ന് എന്ത് ചെയ്തിരിക്കുകയാണ്, അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കൂട്ടിയും കലർത്തി ഉണ്ടാക്കിയിരിക്കും. ഇതാണ് ആധുനികരുടെ പക്ഷം. വേദിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന പക്ഷം അതാണ്. അവിടെ കനാദൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ, ഫിസിസിസ്റ്റ് എന്ത് പറയുന്നു? ബുദ്ധിപൂർവ വാക്യകൃതി വേദേ, ബുദ്ധിപൂർവ വാക്യകൃതിർവേദേ. വേദത്തില് വാക്യത്തിന്റെ രചനാവിധാനം ഉണ്ടല്ലോ, അത് ബുദ്ധിപൂർവമാണ്. ഓക്കെ, പുനരുക്തരഹിതമാണ്. അതിനകത്ത് ഒന്ന് പറഞ്ഞത് വീണ്ടും പറഞ്ഞിട്ടില്ല. പ്രകരണം നോക്കണം. അപ്പം ആ എന്ന അക്ഷരം രണ്ടു വട്ടം പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നാണോ? അല്ല. അത് പാണിനി പറയും ഉച്ചാരണം മാറി. ഒരിടത്ത് സമൃദ്ധമാണ്, ഒരിടത്ത് വിവൃതമാണ്. പാണിനി വ്യാകരണത്തിലെ ഒടുവിലത്തെ സൂത്രമാണ് രണ്ടകാരമാണ്. രണ്ടകാരം കൊണ്ട് രണ്ട് പ്രപഞ്ചമാണ് പാണിനി സൃഷ്ടിച്ചിരിക്കുന്നത്. രണ്ടും ആകാരം തന്നെ, ഒരു വ്യത്യാസവുമില്ല. പക്ഷെ ഒന്ന് സമൃദ്ധമാണ്, ഒന്ന് വിവൃതമാണ്. രണ്ടിന്റെ ആപ്ലിക്കേഷൻ എൻറ്റയർലി ഡിഫറന്റ് ആണ്. അപ്പൊ വർണ്ണങ്ങൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അനാവശ്യമാണ്. എന്തിനാണ് നിങ്ങൾ ആകാരം 10 വട്ടം പറഞ്ഞെന്ന് പറയൂ? ഇല്ലല്ലോ. അപ്പൊ ആവർത്തിയില്ല. പ്രകരണശ മനസ്സിലായിക്കൊള്ളണം. കോൺടെക്സ്റ്റുവൽ നോളജ് ഉണ്ടാവണം. അത് ഗുരുമുഖത്തിൽ നിന്ന് പഠിക്കുമ്പോൾ അറിയും. അവർ പറയും ഇത് ഇതിന്റെ ഋഷിയാണ്, ഇത് ദേവതയാണ്, ഇത് ഛന്ദസ്സാണ്, ഇതിന്റെ വേദത്തിന്റെ ഭാഗമാണ്. അപ്പൊ സംശയം തീരും. അപ്പം ചോദിച്ചത് പുരുഷ സൂക്തമല്ലേ? പുരുഷ സൂക്തം 22 അതിന്റെ പൂർണ്ണരൂപത്തില്. 16 ഉള്ള എവിടെ? ഋക്കിൽ 16 ഉള്ളൂ. ഈഷത് ഭേദങ്ങളുണ്ട്. ഓക്കെ, വിശ്വത സ്പൃത്വ അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിൽ ചെറിയ ചെറിയ ഭേദങ്ങളുണ്ട്. സർവത സ്പൃത്വ ഭേദങ്ങളുണ്ട്. ഇപ്പൊ വിശ്വത, സർവത ഇങ്ങനെയൊക്കെയുള്ള ഭേദങ്ങൾ വരുന്നുണ്ട്. ഒരേ മന്ത്രഭാഗത്ത് തന്നെ. അത് മഹാനാരായണ ഋഷി ദർശിച്ചതാണ്. യജുർവേദത്തിലേക്ക് വരുമ്പോൾ അത് പൂർണ്ണമാകും. അവിടെ എവിടെ വെച്ചാണ് 17 ആടിയെന്ന് ശ്രദ്ധിച്ചോണം. കർമ്മത്തെ വിസ്തരിക്കുന്നിടത്താണ്. ജ്ഞാനത്തിന്റെ ബാക്കപ്പ് അവിടെ വേണം. അത് വീണ്ടും അവിടെ വെച്ചു. പക്ഷെ ഇനിയും പോകേണ്ടതുണ്ട്. അവിടെ എന്ത് ചെയ്തു? കർമ്മത്തെ വിസ്തരിക്കുന്നിടത്ത് മന്ത്രങ്ങളുടെ എണ്ണം കൂടി. അപ്പൊ പുരുഷ സൂക്തം ഒരിടത്ത് 16 ഒരിടത്ത് 22. നിങ്ങൾ എന്ത് ക്രമക്കേടാണ് കാണിച്ചത്? ഒരു ക്രമക്കേടും കാണിച്ചിട്ടില്ല. അവരെന്ത് ചെയ്തു? അതിനെ കൃത്യമായിട്ട് വേണ്ടിടത്ത് നിബന്ധിച്ചു തന്നു. അപ്പൊ കാർമ്മികമായ ആശയമാണ് യജുസിൽ മുൻപ് നിൽക്കുക. ജ്ഞാനാത്മകമായ അതിന്റെ കേവലം അവയർനെസ് ആണ് എവിടെ വരിക. അനുഷ്ഠാനമായിട്ട് അതിന് നേരിട്ട് ബന്ധമില്ല. അനുഷ്ഠാനോപയോഗിയായ വിഷയങ്ങൾ യജുസിൽ പറയും. അവധാരണത്തിന് വേണ്ടി കോംപ്രിഹെൻസീവായിട്ടുള്ള അല്ലെങ്കിൽ കോംപ്രിഹെൻഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ആണ് ഋക്കിൽ പറയുക. അതിനാണ് അവിടെ മുൻഗണനയുള്ളത്. ആ ഭേദത്തോടെ ഗ്രഹിച്ചാൽ മതി. അപ്പം മന്ത്രം ആവർത്തിക്കട്ടെ, ഭിന്നമാകട്ടെ, അതിന്റെ മൂല ആധാരമുണ്ടല്ലോ, 4 ഭാഗം. മനസ്സിന്റെ തന്നെ 4 ഭാഗമാണ്. യസ്മിൻ ഋചസാമയജോംഷി യസ്മിൻ പ്രതിഷ്ഠിതാരഥനാഭാവിവാര. ഒറ്റ ചക്രമാണ്. മനസ്സ് ചക്രാകാരമാണല്ലോ. നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കയ്യിൽ കിടന്ന് കറങ്ങുന്ന സുദർശനം എന്ന് പറഞ്ഞ ചക്രം മനസ്സാണ്. ആ മനസ്സിനെ അങ്ങനെ ഇട്ട് കറക്കാൻ അനുശീലിച്ചതുകൊണ്ടാണ് അദ്ദേഹം യോഗീശ്വരനായത്. നമുക്ക് അത് കഴിയുന്നില്ല. നമ്മുടെ മുമ്പിൽ നമ്മളെ മനസ്സിട്ട് കറക്കുകയാണ്. മനസ്സിന്റെ ചക്രമാണ് നമ്മൾ. അദ്ദേഹം മനസ്സിനെ ചക്രമാക്കി. അതാണ് വ്യത്യാസം. അപ്പൊ അതിലെന്തുണ്ട്? 4 പ്രധാനപ്പെട്ട ആരക്കാലുകളുണ്ട്. അപ്പം ആ ഒരു രഥചക്രത്തെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന്റെ സ്പോക്സ് എന്ന നിലയിൽ 4 കാര്യങ്ങൾ വേണം. 4 പ്രധാനപ്പെട്ട കാലുകൾ വേണം. ആ കാലുകളാണ് ഇവിടെ ഋക്, യജു, സാമ, അഥർവങ്ങള്, ഛന്ദസ് എന്ന് പറയുന്നതിന്. ആ ഛന്ദസ് ആകുന്ന പദ്ധതിയിലാണ് അതിനെ എന്ത് ചെയ്യുന്നത്? അതിന്റെ ഘടനം ചെയ്തിരിക്കുക, അതിനെ ചേർത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അത് പരമ്പരയിലൂടെ ഗ്രഹിച്ചാലേ പറ്റുള്ളൂ. അതിനെ നമ്മൾ നോക്കി ഒന്നും മനസ്സിലാകത്തില്ല. ഏത് മാക്സിമം എവിടെ ഇരുന്ന് നോക്കിയാലും ഒന്നും മനസ്സിലാകത്തില്ല. കുറച്ചുകൂടെ നാട്ടുഭാഷ പറഞ്ഞാൽ പട്ടിയുടെ കൈ പുതിയ തേങ്ങ കിട്ടിയതുപോലെയാണ്. ഭാഷ അറിയാം, വായിക്കാൻ അറിയാം, പക്ഷെ മന്ത്രം കിട്ടില്ല. അതാണ് പരമ്പര. അതുകൊണ്ടാണ് പരമ്പരാ പ്രമാണം എന്ന് പറയുന്നത്. പോകും. എനിക്ക് തോന്നുന്നു നമ്മളുടെ അല്ലെ സമയം അങ്ങനെ ചെയ്യാം. പക്ഷേ ഇപ്പൊ ഈ ചോദിച്ചുകൊണ്ട് എനിക്ക് ഉണ്ടായൊരു സന്തോഷം, നമ്മൾ ക്ലാസിന്റെ കൂട്ട് തന്നെ പുതിയ വിഷയം അതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പോകാൻ കഴിഞ്ഞു അല്ലേ? ക്ലാസ്സിൽ നിന്ന് നമ്മൾ വിട്ടുപോയിട്ടില്ല. ക്ലാസ്സുമായിട്ട് അനുബന്ധമായിട്ട് തന്നെ നമുക്ക് നിൽക്കാൻ കഴിഞ്ഞു.
തീർച്ചയായിട്ടും. വേദവിഷയങ്ങളും പിന്നെ ന്യായത്തിന്റെ പരാമർശം വന്നുകൊണ്ട് സയൻസുമായിട്ട് ബന്ധപ്പെട്ട് അത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ടല്ലോ. രണ്ട് വഴികൾ നമ്മൾ പരിചയപ്പെടുന്നതിന്റെ അതും ആ കൂട്ടത്തിൽ തന്നെ നടന്നു. അതുകൊണ്ട് ഇന്നത്തെ നമ്മൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല. അതിപ്പോഴും ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഏത് ദർശനം ഇപ്പം അദ്ദേഹം ഇപ്പൊ ഏത് ദർശനം കൈകാര്യം ചെയ്യുന്നത്? അപ്പൊ അത് ലൈവായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഏത് ദിവസം എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ്. അതിന്റെ ഓഡിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അയച്ചു കൊടുക്കാമല്ലോ. അല്ല, പഠിപ്പിച്ചതിന്റെ ടെക്സ്റ്റ് ലഭ്യമാണല്ലോ. അതെല്ലാം ലിഖിത രൂപത്തിൽ ലഭ്യമാണ്. പാഠമുണ്ട്. അതായത് ലൈവ് ക്ലാസ് അല്ലേ? ശരി. അപ്പൊ പിന്നെ നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ അത്. അത് അദ്ദേഹത്തോട് വേണിച്ചോട് ചോദിച്ചിട്ട്. ശരി, നമസ്തേ. ശുഭരാത്രി.